ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലും ഒന്നും പറയുന്നില്ല. എത്ര നേരമാണ് ചോദിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയണ. വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട്സിൽ അതായത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, അതൊരു പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ പോഡ്കാസ്റ്റിനകത്ത് ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന് വേണം പറയാം. പക്ഷെ ആള് വന്ദേമാതരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. വെളിയന്നൂർ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച മാഷാന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ച മാഷല്ല, മാഷൊരു സിനിമാ മോഹിയാണ്. അതാണ് മാഷുമായിട്ടുള്ള ബന്ധം. അങ്ങനെ സിനിമയായിട്ട് സംസാരിക്കാനും സിനിമയെ കുറിച്ചിട്ടുള്ള കഥകൾ പറയാനും ഇപ്പം ഞങ്ങൾ സുഹൃത്തുക്കളെ, പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മാഷിൻ്റെ ഒരു സിനിമയോടുള്ള ഇഷ്ടം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എൻ്റെ സിനിമയോടുള്ള ഇഷ്ടം കൊച്ചിലേ തൊട്ട് തന്നെ സിനിമ ഇഷ്ടമായിരുന്നു. ഇഷ്ടം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പത്തനംതിട്ട സ്കൂളിൽ പോകുമ്പോൾ ഒരു തിയേറ്ററിന് മുമ്പിലൂടെ ആയിരുന്നു പോകുന്നത്. ആദ്യമായിട്ട് ശരിക്കും പോസ്റ്ററുകൾ കണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമ പോസ്റ്ററുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പോസ്റ്ററുകൾ കണ്ടിട്ട് ഈ പോസ്റ്ററുകൾ ഇപ്പം അന്നത്തെ കാലത്തൊന്ന് ജയൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ തുടക്കകാലത്തെ സിനിമകളായിരിക്കും. അപ്പോൾ ഈ പോസ്റ്ററുകൾ കണ്ടിട്ട് ഈ പോസ്റ്ററുകളിൽ അവരുടെ ഒരു വേഷമൊക്കെ വെച്ച് നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെല്ലാം സംസാരിക്കും. ഇയാൾ ഇന്ന ആളായിരിക്കും, ഇയാൾ വില്ലനായിരിക്കും, ഇയാൾ നായകനായിരിക്കും. ഞങ്ങളൊക്കെ ഒരു കഥയൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നത്. സിനിമയ്ക്ക് പോകുമ്പോൾ അന്നത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് 86-87 കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ 90കളിലേക്ക് എത്തുന്നത്. അന്ന് 3 രൂപയാണ് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണാനുള്ള റേറ്റ്. അപ്പോൾ ഇടനാഴി പോലെ തിയേറ്ററിൽ ഓടിച്ചെന്ന് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കും. ടിക്കറ്റ് കിട്ടി ഒരു ജേതാവിൻ്റെ ഭാഗത്ത് ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കും. ഇപ്പം പുറയിലൊക്കെ ഇരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചാരുബെഞ്ചാണ്. അതിലിരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. പക്ഷേ അന്ന് ആ സിനിമ കാണുന്നത്, അന്നും സിനിമ ആസ്വദിച്ചാണ് കാണുന്നത്. അമ്മ ഒരുപാട് സിനിമ കാണുമായിരുന്നു, പക്ഷെ അച്ഛൻ അങ്ങനെ സിനിമ കാണാറില്ല, കൊണ്ടുപോകാറുമില്ല തിയേറ്ററിൽ പോകണം. അപ്പൊ നമ്മൾ ഈ വഴിയോരങ്ങളിൽ നടന്നു പോകുമ്പോഴത്തേക്കും പോസ്റ്ററുകൾ കണ്ടിട്ട് ആ സിനിമ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഒരു പോസ്റ്റർ. കാരണം ഈ സിനിമയുടെ ഒരു വിജയത്തിൽ, അല്ലെങ്കിൽ സിനിമയുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളില്ലാത്ത ഒരു കാലത്ത് സിനിമയുടെ എന്താണ് സിനിമയുടെ ഒരു രീതി, അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പോസ്റ്റർ. അതിന് ശരിക്കും സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയുണ്ട്, ഗായത്രി അശോകനാണ് മലയാള സിനിമയിലെ പോസ്റ്റർ ഡിസൈനിങ് ഒരു കഥ പറച്ചിലിൻ്റെ രീതിയിൽ പോസ്റ്റർ ഡിസൈനിങ് ആക്കിയ ഒരു അതുല്യ പ്രതിഭയാണ് ഈ ഗായത്രി അശോകൻ എന്ന് പറയുന്നത്. നമ്മൾ അതായത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കാലാപാനി, വാർത്ത, ന്യൂഡൽഹി, കുറേ സിനിമകൾ ആ സമയത്തിറങ്ങിയ എല്ലാ സിനിമകളുടെയും ദൗത്യത്തിൻ്റെ കഥാകൃത്ത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകൾ മലയാളത്തിൽ കൊണ്ടുവരികയും ശരിക്കും ഒരു സിനിമയുടെ പോസ്റ്റർ ഒരു സീരിയസ് ആയിട്ട് അതിനെ കാണുകയും ആ സിനിമയുടെ മൊത്തമുള്ള ഒരു കഥയുടെ ഒരു ഘടന ആ പോസ്റ്ററുകളിൽ കൊണ്ടുവരികയും ഈ പോസ്റ്ററിൻ്റെ ഒരു ആകർഷണീയത മലയാള സിനിമയിൽ കൊണ്ടുവന്നതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗായത്രി അശോക് എന്നുള്ളൊരു പോസ്റ്റർ ഡിസൈനർക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമ എന്ന് പറയുമ്പം നമ്മൾ കാണുന്ന സംവിധായകൻ്റെയോ എഴുത്തുകാരൻ്റെയോ മാത്രമല്ല, ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ഒരു അധ്വാനമാണ് സിനിമ. അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അന്ന് നാനയുണ്ട്, ചലച്ചിത്രം എന്ന് പറഞ്ഞൊരു വാരികയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു കുഞ്ഞിലെയായിരിക്കും ചലച്ചിത്രം അങ്ങ് നിന്നുപോയി. വെള്ളി നക്ഷത്രം പിന്നെയാണ് വന്നത്. ചിത്രഭൂമിയുണ്ട് മനോരമയുടെ. അപ്പൊ മനോരമയുടെ ചിത്രഭൂമിയുണ്ട്. എനിക്ക് തോന്നുന്നു ചിത്രഭൂമി ഇപ്പം വേറൊരു പേരിൽ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനെപ്പറ്റി അത്ര എനിക്കറിയില്ല. അപ്പൊ നാന, അപ്പം ഈ നാന സിനിമാ മംഗളമൊക്കെ അത് കഴിഞ്ഞിറങ്ങി. മനോരമയ്ക്ക് ഒരു സിനിമ വരികയുണ്ടോ, മംഗളത്തിന്റെ ആയിരുന്നു സിനിമ മംഗളം. നാന എന്ന് പറഞ്ഞ കേരള ശബ്ദ കൃഷ്ണസ്വാമി അങ്ങനെ ഒരാളുടെ ആയിരുന്നു. അവരുടെ ആയിരുന്നു ഈ ജ്യോതിഷത്വമൊക്കെ. അപ്പൊ അങ്ങനെ നാന ഇത് ഈ വെള്ളി നക്ഷത്രം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളി നക്ഷത്രത്തിൽ സിനിമ നിരൂപണം വരുമായിരുന്നു. വെള്ളി നക്ഷത്രത്തിൽ വരുമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അന്ന് കാണുന്ന ഓരോ സിനിമകളെ പറ്റിയൊക്കെ സിനിമ 1-2 പ്രാവശ്യം കാണുന്നത് പലർക്കും ബോറാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നലെ ബിച്ചു വിളിച്ചപ്പോൾ ഞാൻ പഴയ ഒരു സിനിമ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ചിരിക്കും, ഭരണകൂടം എന്ന് പറഞ്ഞ് ബാബു ആൻ്റണിയുടെ. ഞാനിപ്പോഴും പഴയ സിനിമകളൊക്കെ, അതായത്
പൂച്ചയ്ക്കൊരു മുക്കൂത്തി, മൂക്കില്ല രാജ്യത്തെ മുറിമുക്ക, അങ്ങനെ പല സിനിമകൾ ഇങ്ങനെ ഇപ്പോഴും യൂട്യൂബിൽ അത് എങ്ങനെ എനിക്കാ മനസ്സിലാകാത്തതായി ചില ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ നാടോടിക്കാരിലെ മറ്റേ കൺഫ്യൂഷൻ സീനല്ലേ, മറ്റേ കരമ്പനയുടെ വീട്ടിലേക്ക് മോഹൻലാൽ വന്ന സീൻ, ഇവർ അങ്ങോട്ട് ഡോർ മാറി കയറി ഇപ്പോഴും കണ്ടു ചിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടൈമിംഗ് കോമഡി വന്നേക്കുന്നത്. അതിനേക്കാളും വലിയൊരു സിനിമ ഉണ്ട് ബോയിങ് ബോയിങ്. പക്ഷെ ഓർത്ത് വയ്ക്കുക, അത് ഒരേ എയർ ഹോസ്റ്റസ് ഇങ്ങോട്ട് വരുന്നു, എന്തൊരു ടൈം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അത് ശരിക്കും എഴുത്തിൽ വർക്കാവുന്ന സാധനം അല്ല, അത് ചെയ്ത് വർക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നും വേണ്ട, അരംപ്ലസരം സുമം കിന്നരം അതാകാൻ നമ്മുടെ ഈ പറയുന്നൊന്നും ഒരു ആധികാരികമല്ല, കാര്യം നമ്മളുടെ ഒരു അറിവിൽ നിന്ന് എനിക്ക് തോന്നുന്നു നായകനെ കൊണ്ട് കോമഡി പറയിപ്പിച്ച ഒരു ആദ്യത്തെ സിനിമ അരംപ്ലസരം സുമം കിന്നരമായിരിക്കും. എന്തോ സിനിമ, അതിനകത്ത് ജഗതിയുടെ ഒക്കെ ഒരു ടൈമിങ് ആ സിനിമ. ജഗതി വന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ്. ജഗതി വന്നിട്ട് ഡോർ അങ്ങെടുത്ത് മാറ്റി വെച്ചിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. അതൊക്കെ ഇതിനൊക്കെ ക്യാമറ വെച്ചതായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇത് ഷൂട്ട് ചെയ്തെടുത്തേക്കണത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. എങ്ങനെയാണ് ഇതിങ്ങനെ അഭിനയിക്കുന്നത് നമുക്ക് ശരിക്കും പറയണ അന്നത്തെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് ഫുള്ള് പല ഇന്റർവ്യൂലും കണ്ടാണ് ശ്രീനിവാസനൊക്കെ അവിടെ സ്പോട്ടിലാണ്. അതായത് വെള്ളാനുകളുടെ നാടെന്നുള്ള സിനിമ, അത് ഞാൻ ഈ പറഞ്ഞിട്ട് ഞാനായാലും വെള്ളിനക്ഷത്രത്തിലും കണ്ട് വായിച്ചതാണ്. സിനിമയുടെ ഷൂട്ടിങ് തീരുമാനിച്ചു. അപ്പം ശ്രീനിവാസന് കഥയായിട്ടില്ല. അപ്പം പിന്നെ ശ്രീനിവാസൻ ആകെ പറഞ്ഞ ഇത്രയാണ്: ഒരു വീട്, ഒരു മതില്, ഒരു മറ്റേ അമ്മാവൻ വണ്ടി, അതിനെന്തോ പറയുന്നത്, അമ്മാവൻ വണ്ടി എന്നല്ലേ ഇവിടെ നിങ്ങൾ പറയുന്നത്, റോഡ് റോളർ, അമ്മാവൻ വണ്ടി എന്ന് പറയുന്നത് റോഡ് റോളർ. ഇത്രയും സാധനങ്ങളും പപ്പു, മണിയമ്പിള്ള, മോഹൻലാല്, വളഞ്ഞ കൊട, ഇത്രയും സാധനങ്ങൾ അവിടെ വന്നായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ സീൻ ഉണ്ടാക്കിയെന്നൊരു അഭിമുഖത്തിൽ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് നോക്കിയേ. എനിക്ക് അതിനകത്ത് ഒരു വലിയ മോഹൻലാൽ ഇത് ഓടി വരുമ്പോഴത്തേക്കും പുള്ളി കൊട എടുത്താൽ കണ്ടിട്ട് മഞ്ഞ് നിർത്താൻ വേണ്ടി. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു തമാശ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് തമാശ സിനിമ വേണം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതെന്നുള്ളൊരു മധ്യവർത്തി സിനിമ എന്ന് പറഞ്ഞൊരു ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നാലങ്ങ് ഭയങ്കര, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അവാർഡ് പടം എന്ന് പറയുമ്പോൾ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം, ജോൺ അബ്രഹാമിൻ്റെ പടം, ജി അരവിന്ദൻ്റെ പടം, ഇത് ദഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, എല്ലാവരുടെയും ആസ്വാദന നിലവാരം വേറെയാണല്ലോ, ദഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു മീഡിയം ക്ലാസ്സിലുള്ള പടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര മറ്റേ ജേസി, KG ജോർജ്, ശരിക്കും യൗവനിക എന്ന് പറഞ്ഞൊരു സിനിമ, യൗവനിക എന്ന് പറഞ്ഞ സിനിമ അന്വേഷണ ചിത്രങ്ങളിൽ ഇത്രയും ഒരു വെറൈറ്റി ഉള്ള ഒരു സിനിമ അന്ന് വരെ നമ്മൾ കണ്ടു മറുത്ത്. അതുപോലെ തന്നെ KG ജോർജിൻ്റെ വേറൊരു സിനിമ ഉണ്ട്, അധികം ശ്രദ്ധിക്കപ്പെട്ടോ എന്നറിയത്തില്ല, ഈ കണ്ണി കൂടി, ഒരു സൂപ്പർ സിനിമയായിരുന്നു. ആ സിനിമയൊക്കെ നമ്മൾ ശരിക്ക്. പിന്നെ അന്ന് വന്ന ഒരു സിനിമയുണ്ട് ഉത്തരം, പവിത്രനാണ് സംവിധാനം ചെയ്തത്. എങ്ങനെ ആ സിനിമ എഴുതി എന്നുള്ളതാണ് ഓർത്ത് വയ്ക്കുക. ആ സിനിമയും കൂടി തുടങ്ങി MT ആണ്. അതായത് അതിൻ്റെ ഒരു ആത്മഹത്യയുടെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ്. അതായത് ഒരു തരത്തിലും കണ്ടു. അതിൻ്റെ ആ ഒരു തിരക്കഥയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അതാണ് ഭയങ്കര. അത് എടുത്തേൽക്കുന്ന ഒരു രീതിയും പവിത്രൻ എന്ന് പറഞ്ഞൊരു സംവിധായകനാണത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമ ഇങ്ങനെയൊക്കെ സഞ്ചരിച്ച് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടിക്കളിയുടെ കൂട്ടായി, ഒരു 4-5 പേര് ചേർന്ന്. പക്ഷെ അതിൽ ഏറ്റവും നല്ല, അപ്പോഴും അതിലും നല്ല ആൾക്കാർ നിലനിന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ശരിക്കും പറയുന്നത് തൊഴിലില്ലായ്മ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഒരു 85 തൊട്ട് 95, 98 കാലഘട്ടം വരെ തൊഴിലില്ലായ്മ നല്ലൊരു പ്രശ്നമായിരുന്നു. അതിൽ വെച്ച് എത്ര സിനിമ, റാംജിറാവ് സ്പീക്കിംഗ്, എത്ര സിനിമകൾ വന്നിട്ടുണ്ട്. റാംജിറാവ് സ്പീക്കിംഗ്, നാടോടിക്കാറ്റൊക്കെ അത് തന്നെയാണല്ലോ, നാടോടിക്കാറ്റൊക്കെ അത് തന്നെയാണ് തൊഴിലില്ലായ്മ. അപ്പം അതെ, എപ്പോഴും ഒരു സിനിമ, നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ഒന്നീ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ തമാശ ആയിട്ടോ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, ജോലി ഇല്ലാത്തൊരാൾ ഗൂർക്കായിട്ട് പോയി നിൽക്കുകയാണ്, അയാളുടെ ആഗ്രഹം ഗൾഫിൽ പോകാനാ. ഓർത്ത് നോക്കിയേ. പിന്നെ ഈ പ്രാരാബ്ദങ്ങൾ വരുന്ന സിനിമകൾ, TP ബാലഗോപാലിൻ്റെ MA, ഒരു വീട് വെക്കാനുള്ള ഇതും വാടകക്കാരെ ഒഴിപ്പിക്കാനുള്ള അത് സന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ TP ബാലഗോപാലിൻ്റെ MA. അപ്പൊ സത്യനന്ദിക്കാടിന്റെ സിനിമകളെല്ലാം അങ്ങനെ ഒരു ജനകീയമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രിയദർശന്റെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ട് തന്നെ, പക്ഷെ അതിനെ വേറൊരു തലത്തിലാണ് പുള്ളി മേക്ക് ചെയ്യുന്നത്. ഒരു മേക്കിംഗ് സ്കില്ലിന്റെ എന്റെ ഒരു വ്യക്തിപരമായ മേക്കിംഗ് സ്കില്ലിന്റെ ഒരു ഡിഫറൻസ് ആണ് അത് വരുന്നത്. ഇപ്പൊ നമുക്ക് കുറെ സിനിമകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നത്തെ കാലഘട്ടം, അതായത് ഇപ്പൊ നമുക്ക് എടുക്കുവാണെങ്കിൽ ഒരു 2010 മുമ്പും 2010 ശേഷം എടുത്തു.
ശരിക്ക് അങ്ങനെ മാത്രമല്ല പറയുന്നത്, സിനിമയെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിന് മുമ്പും ശേഷവും ശരിക്കും സിനിമ അങ്ങനെ തന്നെ നല്ലൊരു നിരീക്ഷണമാണ്. ഇപ്പൊ അന്നത്തെ സിനിമകൾ ഇപ്പോഴത്തെ സിനിമ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അന്ന് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര കൂടുതലാണല്ലോ. ഇപ്പം സാമൂഹിക വിഷയങ്ങൾ എടുത്താൽ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ആസ്വാദന നിലവാരങ്ങൾ മാറും, ഒരു മനുഷ്യൻ്റെ ആസ്വാദന നിലവാരങ്ങൾ മാറും. അതായത് ഇപ്പം ബിച്ചു ഉദ്ദേശിക്കുന്നത്, ബിച്ചു കൊച്ചിലെ കണ്ട ആസ്വദിച്ച നല്ല സിനിമകളെന്ന് ആസ്വദിച്ച സിനിമ ചുമ്മാ ചിന്തിച്ച് നോക്കിയേ, ഇന്നിറങ്ങിക്കഴിഞ്ഞാൽ കിരീട സിനിമ വിജയിക്കും. അല്ല, അത് മനസ്സിലായി. പ്രസന്റേഷൻ മാറ്റി അപ്പം ഇന്നത്തെ ആസ്വാദന തലത്തിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരണം. അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു മലയാള സിനിമയുടെ ഇപ്പോൾ വരുന്ന സംവിധായകരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം നേരത്തെ സിനിമ എടുത്തുകൊണ്ടിരുന്ന സിബി മലയിലോ, എനിക്ക് തോന്നുന്നു അതിൽ ജോഷിയും മാത്രമേ ഉള്ളൂ ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. അതായത് അപ്ഡേഷൻ ഉണ്ടായെങ്കിലേ പറ്റും. അതായത് ആസ്വാദന നിലവാരങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്ത് കൊടുത്താലാണ് ആൾക്കാർക്ക് തൃപ്തിപ്പെടുക എന്നുള്ളതിനൊരു ഇതൊന്നും. CBFI ഒക്കെ ഇപ്പൊ ഇറക്കിയപ്പോ പൊട്ടിയില്ലേ? CBFI ഇപ്പൊ ഇറക്കിയ പൊട്ടി. എന്തുകൊണ്ടാണ് CBFI പൊട്ടിയത്? അന്നത്തെ ആ ഒരു പാറ്റേൺ, അതായത് സിനിമയുടെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് ഒന്നിൽ പുസ്തകങ്ങളിൽ നിന്നായിരുന്നു നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു അന്ന് പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം വായിക്കുന്ന ആൾക്കാരായിരുന്നു ലോകോത്തര സിനിമകളെ പറ്റി കാണുന്നത്. പിന്നെ അല്ലെങ്കിൽ ഫിലിം ക്ലബ്ബുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു ലോകോത്തര സിനിമകളെ പറ്റി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം സാധാരണക്കാരായിരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് ഏത് സിനിമ, ഒരു ഇറാനിയൻ സിനിമ കാണണോ, ഒരു ഫ്രഞ്ച് ഫിലിം കാണണോ, നമ്മുടെ മുമ്പിൽ നമുക്ക് വഴിയുണ്ട്. നമുക്ക് അതിൽ നിന്നെടുത്ത് ആ സിനിമ കാണാം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആസ്വാദന നിലവാരം ഉയർന്നു എന്ന് തന്നെ പറയണം. ആ ആസ്വാദന നില ഉയർന്നത് കൊണ്ടാണ് ഇപ്പം സിനിമയുടെ മേക്കിംഗ് പോലും. ഞാൻ ചോദിച്ചേ, നമ്മൾ പണ്ട് സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി നോട്ടുണ്ട്, നിങ്ങളൊരു പ്രീ ഡിഗ്രി അല്ലെ ഒരു 10ാം ക്ലാസ്സിൽ, അല്ല ഞാനൊരു ഡിഗ്രി അല്ല ആ പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു 21 വയസ്സ് സിനിമ കാണുമ്പം ക്യാമറ എങ്ങനെയാണെന്ന്, എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ആകെ നമ്മൾ ചർച്ച ചെയ്യുന്ന നല്ല സിനിമയാണോ, തിയേറ്ററിൽ ചെന്നിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ മാറി. അപ്പം ശരിക്കും സിനിമാക്കാരുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാ. വളരെ കോടികൾ മുടക്കി ഒരു സിനിമ ഇറക്കി വെക്കുമ്പം 10 പെട്ടെന്ന്, അതായത് ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വളരെ സ്പീഡാണ്, ഈസിയാണ്. അപ്പം ഇത് നമുക്ക് ശരിക്കും പറയണം, നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് പോകും. കാരണം എത്രയോ പടങ്ങളുണ്ട് OTT വന്നിട്ട് നല്ലതായിരുന്നു എന്ന് പറയുന്നത്, തിയേറ്ററിൽ വന്നിട്ട് പിന്നെ പരാജയപ്പെട്ടിട്ട്. തിയേറ്ററിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇത് OTT കണ്ടാൽ മതി. അതായത് നല്ല സൗണ്ട് ക്വാളിറ്റിയിലും നല്ല വിഷ്വൽസും നല്ല സാധനങ്ങൾ എമ്പുരാൻ ആൾക്കാർ പോയി കണ്ടത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയട്ടെ, എനിക്ക് തിയേറ്റർ സിനിമ കാണുന്നത് വലിയ ഇഷ്ടം. ഞാൻ തിയേറ്റർ സിനിമ കാണുന്ന സിനിമകൾ OTT കാണുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ആവർത്തിച്ച് കാണുന്ന ഇഷ്ടമാണ്. തിയേറ്ററിൽ സിനിമ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരെന്നുള്ള ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ. തന്നെ കണ്ട് എക്സ്പീരിയൻസ് അത് സിനിമ അതിനെക്കാളും കൂടുതൽ ഇതാണ്. സിനിമ വരുമ്പോഴത്തേക്ക് തന്നെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇത് ഇത് OTT കണ്ടാൽ മതി, ഇത് സിനിമ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നുള്ള അപ്പോഴേ ജഡ്ജ്മെന്റ് വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ സിനിമയ്ക്ക് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സിനിമ എന്നല്ല ഏതൊരു കലയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട്, ഏതൊരു കലാകാരനും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം രാഷ്ട്രീയപരമായിട്ട് ഉള്ള വിമർശനങ്ങൾ പണ്ട് തൊട്ടേ മലയാള സിനിമയിലുണ്ട്. ഏറ്റവും ഉദാഹരണം നിർമാല്യം പോലൊരു സിനിമ അന്നത്തെ കാലത്ത് ശരിക്കും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു തൊഴിലില്ലായ്മ, സുകുമാരൻ്റെ ക്യാരക്ടർ, അയാൾക്കൊരു ജോലിയില്ലാതെ അയാളുടെ ഒരു ബുദ്ധിമുട്ടുകൾ, അയാൾക്ക് ഈ നിലവിലുള്ള വ്യവസ്ഥിതികളോടെല്ലാം അയാൾക്കങ്ങ്, അതായത് അത് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ ഈ നിലവിൽ ഇറിറ്റേറ്റഡ് ആവും. ആ ഒരു ഇറിറ്റേറ്റഡിൻ്റെ ഒരു ഇത് മറ്റേ വെളിച്ചപ്പാടായിട്ട് വന്ന PJ ആൻ്റണിയുടെ ക്യാരക്ടർ, അയാൾ ശരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾക്കും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാകുന്നില്ല. അയാൾ ഇറിറ്റേറ്റഡ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ 2 തലങ്ങൾ, 2 തലമുറ ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളാണ് അതിനകത്ത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം അതിനകത്തെ ബാക്കി ജാതിയോ പൊളിറ്റിക്സോ ഒക്കെ മാറ്റി വെച്ചുള്ള സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നൊരു വിഷയം, നിർമാല്യം എന്ന് പറഞ്ഞ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നൊരു വിഷയം അതാണ്. ശരിക്കും അതിനെ ആ ഒരു നമ്മൾ സബ്ജക്റ്റുകൾ കുറഞ്ഞു വരുന്നത്. അതായത് ഇപ്പം പണ്ട് നമുക്ക് തൊഴിലില്ലായ്മ പറയായിരുന്നു, ഒരു വീട്ടിൽ ദാരിദ്ര്യം പറയായിരുന്നു, അങ്ങനെയുള്ള കുറേ കേസുകൾ. അതിൻ്റെയൊക്കെ ഒരു തലം മാറിയില്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. ഇല്ല, അതിൻ്റെ ഇൻറ്റൻസ് മാറി. അതായത് ഇപ്പം നിനക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടോ? പണ്ട് അതിനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിനക്ക് തൊഴിലില്ലെങ്കിൽ, നിനക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിൻ്റെ മാത്രം കുറ്റം എന്നുള്ള രീതിയിൽ ആ സെൻറ്റിമെൻറ്റ്സ് ഇല്ല ഇപ്പം.
പണ്ട് അതൊരു സെന്റിമെന്റ്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു നഷ്ടപ്രണയമാണെങ്കിലും. ഇപ്പൊ ഇന്നൊക്കെ അതിന് വേറൊരു തലത്തിലെ വേറൊരു ആംഗിളിൽ ആൾക്കാർ കാണുന്നത്. കാലഘട്ടങ്ങളുടെ കാലഘട്ടത്തിന് മാറ്റം ഞാൻ പറഞ്ഞത്. അപ്പം സിനിമയ്ക്ക് സംസാരിക്കാനായിട്ട് വിഷയങ്ങളിലാണ് വരുമ്പോൾ അതിനൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു വേറൊരു സ്ഥലവും വേറൊരു ലോകം സൃഷ്ടിച്ചിട്ട് വാലിബൻ എന്ന് പറഞ്ഞൊരു മറ്റേ നമ്മുടെ വാലിബൻ സിനിമ, മലയക്കോട്ടെ വാലിബൻ, അത് വേറൊരു തലം എവിടെയാ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ. അല്ല അത് പറഞ്ഞുകൊണ്ടായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തം വേറെ ലോകം സൃഷ്ടിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് സിനിമ വന്നതിന്. പക്ഷെ എന്നാ പല ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ. അതാ പറഞ്ഞത് മൈഡിയർ കുട്ടിച്ചാത്തന്റെ വിജയം അവിടെയായിരുന്നു. പിള്ളേർ, അതായത് ഒരു നാടൻ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടർ എടുത്തിട്ട് അത് കുട്ടികളിലേക്ക് ഹൊറർ സിനിമകളെ എല്ലാം മാറ്റിമറിച്ചു. ആ സമയത്ത് ഇറങ്ങിയിരുന്ന ഹൊറർ സിനിമകൾ എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണ വരുന്നത് അതൊക്കെ ഒരു ഹൊറർ സിനിമകളായിട്ട് വന്നതാണ്, ശ്രീകൃഷ്ണ വരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റി പറിച്ച്, അതായത് ശരിക്കും പറയാൻ നിർത്തുവയ്ക്കേ, നമ്മൾ ബാലന്മയെ വായിച്ചിരിക്കുന്ന കുപ്പിയിൽ പോകുന്ന കുട്ടി മായാവിയും കുട്ടൂസിനും ഡാക്കിനിയും ഇതൊക്കെയായിരുന്നു അതിനകത്തും. അതിനൊരു കഥയിലേക്ക് പ്ലേസ് ചെയ്തു. കുട്ടിച്ചാത്തൻ എങ്ങനെ അതിനകത്ത് വന്നു, പിന്നെ അതിനകത്ത് എപ്പോഴും ഈ പുതിയ സാങ്കേതിക വിദ്യ പിന്നെ സിനിമയിൽ ആദ്യം വരുമ്പോൾ നല്ല 3D, അന്നത്തെ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് 3D ഇന്ത്യയിൽ ആദ്യത്തെ 3D സിനിമയാണ്. ഓർത്ത് നോക്കിയേ, 86-87 പിന്നെ റിലീസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട മാജിക് ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ സിനിമകളാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി കണ്ട സിനിമ എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങുന്നു അങ്ങനെ ഉള്ള ഏതൊക്കെയോ സിനിമ. ഞാൻ എനിക്ക് തോന്നുന്ന കോളിളക്കമൊക്കെ ഞാൻ അന്ന് എങ്ങനെയാന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ തിയേറ്ററിൽ പോകുമ്പോൾ വളരെ ആഗ്രഹിച്ചായിരിക്കും പോകുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഷോ ഇല്ല, നമ്മൾ തിരിച്ചു പോകണം. ഇന്റർവെല്ലിന് മുമ്പ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ദിവസം പോയി കാണാം. ഇന്റർവെൽ കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അതുമില്ല. അപ്പം നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ കാണാൻ കറണ്ട് പോയാൽ അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ. അല്ല, അതൊരു കൾച്ചറായിരുന്നു പണ്ട്. അതായത് ഈ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാന്ന് പറയുന്ന ഒരു സംഭവം. അത് മാത്രമല്ല, നമുക്ക് ഒരു ഷോയ്ക്ക് മുമ്പ് വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട്. അതും പറ്റത്തില്ല. അതായത് പത്തനംതിട്ട ഞാനിപ്പോഴും 3 രൂപ ടിക്കറ്റ് ഒരു ഇടനാഴിയാണ്. പിന്നെ എല്ലാ തിയേറ്ററിന്റെ പേരുണ്ട്. ഞാൻ സിനിമ കണ്ടേക്കുന്ന എല്ലാ തിയേറ്ററിന്റെ പേര് ഞാൻ വേണം ഇപ്പം പറയാം. ഞാൻ കണ്ടിട്ടുള്ള തിയേറ്ററുകളുടെ എല്ലാം പേര് എനിക്കറിയാം. എന്ന് വെച്ചാൽ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര, ഞാൻ ശരിക്കൊരു സിനിമ ആസ്വാദകനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുന്നത്. എനിക്ക് ശരിക്കും ഞാൻ ബുക്ക് മൈ ഷോ ഇല്ലേ, അതായത് തിയേറ്ററിൽ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം അന്ന് നമ്മുടെ കയ്യിൽ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊന്നും ഇല്ല, ഫോണൊന്നും ഇല്ല. ആ ടൈമിലാണ് എനിക്ക് തോന്നുന്നത് പ്രേമം വന്ന സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് ഭയങ്കര ഇതായിട്ട്. അപ്പൊ അന്ന് തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ടായിട്ട് എനിക്ക് പോയി ഷോ കാണാൻ പറ്റണില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഫുള്ള് ഫില്ല. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തേക്കണോണ്ട് നമുക്ക് ഒരു ടിക്കറ്റും കിട്ടുന്നില്ല. ലാസ്റ്റ് ആയിട്ട് പിന്നെ 5ാമത്തെ ദിവസം എങ്ങാണ്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നത്, അത് ഫ്രണ്ട് റോയില്. അന്നത്തെ ടിക്കറ്റ് എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നറിയാം. ഇപ്പൊ പത്തനംതിട്ട അനുരാഗ് ആണെങ്കിൽ എന്റെയൊക്കെ കൊച്ചിനെ പത്തനംതിട്ട അനുരാഗ് ഐശ്വര്യ, ഇപ്പം ട്രിനിറ്റി എന്ന് പറയുന്ന മൾട്ടിപ്ലക്സ് വന്നിട്ട് ഐശ്വര്യ എന്ന് പഴയ. അപ്പം ഐശ്വര്യ അനുരാഗ് തിയേറ്ററിലുള്ള സിനിമ കാണുന്നത്. അപ്പം അനുരാഗ് തിയേറ്ററിന്റെ ഗേറ്റ് തുറക്കണമെങ്കിൽ മറ്റേ ഷോ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് തുറക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നേരെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ 7 രൂപ ടിക്കറ്റും 5 രൂപ ടിക്കറ്റുമാണ് അകത്തുനിന്ന് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 7 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു തുകയാണ്. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും 3 രൂപ അല്ലെങ്കിൽ 2 രൂപ ഒപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. ആദ്യം ഞാൻ കാണുമ്പോൾ 2, 3, 5, 7, ബാൽക്കണിക്ക് 7, ഏറ്റവും പുറയിൽ 5, 3, 2, പിന്നെ അത് 3, 7 അങ്ങനെ അങ്ങ് മാറി. അപ്പം ഈ 3ന്റെ കഥ തൊട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ 3 രൂപയ്ക്ക് ഒത്തിരി സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. നമുക്കത് പറയുന്നതിന് കുഴപ്പമില്ല. അന്ന് 3 രൂപ നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഈ 3 രൂപയ്ക്ക് നല്ല, അപ്പം നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കും. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടനാഴിയാണ്, വലിയ ഇടനാഴി കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തേലും ഒരു റൗണ്ട് ഒരു ഹോളുണ്ട്. അതിനകത്ത് 5-6 പേരാ കൈയിട്ടേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അവർ പൈസ ടിക്കറ്റ് എടുത്ത് ബാക്കി കൈ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാൻ നല്ല പാടാണ്. അതിന്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ അത് പഠിച്ചെടുക്കുകയും ചെയ്യും. അതിനകത്ത് വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു സുഹൃത്തിന് പറ്റിയൊരു അബദ്ധമുണ്ട്. ഒരു സുഹൃത്ത് സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി വെച്ചാൽ അന്നത്തെ കാലത്ത് ഇപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളി കൈ ഇട്ടു, കൈ എടുക്കാൻ പറ്റത്തില്ല. അവസാനം കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ പിന്നെ ഒടിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി കാണാൻ പോയ സിനിമ അവളുടെ രാവുകളാണ്. വീട്ടിൽ ചെന്ന് പറയാനും പറ്റത്തില്ല. ഒടിഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ ചെന്ന് പറയാനും പറ്റത്തില്ല. ഈ സിനിമ കണ്ടിട്ടാണ് കൈ ഒടിഞ്ഞെന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ പറയാൻ? തിയേറ്ററിൽ പോയി സിനിമ ഞാൻ വളരെ കുറവായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ വീട്ടുകാരായിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര
ശല്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീൻസ് മറ്റുള്ളവരുടെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് കുഞ്ഞിലൊന്നും അധികം സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, വാസന്തി ലക്ഷ്മിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും പോയിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ തന്നെ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആദ്യം കാണാൻ പോണ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സാണ്. അതെ, അതുവരെ ഞാൻ തിയേറ്ററിൽ സിനിമ ഇങ്ങനെ കാണാറില്ലാത്ത ഒരാളാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സിനിമ കാണാൻ, വീട്ടിൽ പറയുന്ന സിനിമ കാണാൻ പോട്ടെ. ഇപ്പം വീട്ടിൽ പറയുന്നത്, അപ്പം ഞങ്ങളന്ന് ആറന്മുളയാണ് പഠിക്കുന്നത്. അപ്പം കോഴഞ്ചേരി പ്രശാന്ത് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അത് കോഴഞ്ചേരി ഒരു പൊണ്ട തെക്കേമലയാണ്. അപ്പം അവിടെ ചെന്ന് സിനിമ കണ്ടു, ടിക്കറ്റ് പോക്കറ്റിലിട്ടു, വീട്ടിൽ വന്ന് വൈകിട്ടപ്പം ഞാൻ അന്ന് ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ വൈകുന്നേരം എന്നെ സഹായിക്കാനൊക്കെ ചെല്ലണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പം വീട്ടിൽ അച്ഛൻ ചോദിച്ചു, ഇന്ന് സിനിമയ്ക്ക് പോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിനാണ് സത്യം, ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. സത്യം ഇട്ടു. പക്ഷേ അമ്മ യൂണിഫോം നനയ്ക്കാൻ എടുത്തപ്പോൾ പോക്കറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ പേടിക്കും. പക്ഷേ പിന്നെ അതിന്റെ ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കും. നമ്മൾ എല്ലായിടത്തും സംഭവിക്കുന്നത് അതൊക്കെ തന്നെ. അന്നൊക്കെ ജീവൻ പണയം വെച്ച് തന്നെയാണ് സിനിമ കാണാൻ പോകുന്നത്. ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് പോകാന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരൊക്കെ വിചാരിക്കും. എനിക്കൊരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ കോളേജിൽ നിന്ന് ഡിഗ്രി കോളേജ് കീഴൂര് തലയിലപ്പറമ്പിലാണ് തിയേറ്റർ 2 ഉള്ളത്. അപ്പൊ ഞാൻ പോവാണെങ്കിൽ എന്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് ക്രോസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ബൈക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് പുറകിരിക്കണം. അന്ന് ഹെൽമെറ്റ് ഒന്നും പറയണ എനിക്കത്തില്ല, ഞാൻ വെച്ചോണ്ട് ഇങ്ങനെ അങ്ങനെ വെച്ചോണ്ട് ഞങ്ങള് പോയിട്ട് പ്രാവശ്യം ഞങ്ങൾ മറ്റേ ഇമാനുവൽ കാണാൻ വേണ്ടി പോയി. ഇമാനുവൽ പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയനും ചേച്ചിയും വന്നേക്കുക. അവര് പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് സിനിമയ്ക്ക് വന്ന് പിന്നെ എന്നെ ഇമാനുവൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കണ്ടെന്ന് പറയാൻ പറ്റൂല. എന്നെ 2 പ്രാവശ്യം അതിന് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ. കാരണം ഞാൻ പണ്ട് നമ്മൾ സിനിമ കാണാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടേ നമുക്കൊരു സിനിമ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഒരു സിനിമ കാണണമെങ്കിൽ ആർക്കും പെട്ടെന്ന് കയറി പോയി സിനിമ കാണാനുള്ള ഈസിയാണ്. എ ക്ലാസ് തിയേറ്ററിലൊന്നും പോയി കാണാൻ കുറവാണ്. ബി ക്ലാസ്, അതായത് മെയിൻ റിലീസ് കഴിഞ്ഞ് സെക്കൻഡ് റിലീസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക്. അടുത്ത വീടായതുകൊണ്ട് ഞങ്ങളുടെ റിലീസിംഗ് സെന്റർ ആയിരുന്നു. ഈ ആസ്വാദന നിലവാരം മാറി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ സിനിമയുടെ ഒരു മാറ്റം. നമ്മളിപ്പോൾ ശരിക്കും പറയുന്നത് ടെക്നിക്കൽ ക്വാളിറ്റി വെച്ചാണ് ഒരു സിനിമയെ ഇപ്പൊ എല്ലാരും വിലയിരുത്തുന്നത്. മാഷ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ ക്വാളിറ്റി ആണോ നോക്കണോ അതോ സ്ക്രിപ്റ്റ് ആണോ? ഞാൻ കണ്ടന്റ് നോക്കും. അല്ല, സ്ക്രീൻ പ്ലേ നോക്കും. പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റി നമുക്കും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട്, ഇപ്പം മോഹൻലാൽ വന്ന് 2 ഇടി ഇടിക്കുന്നതൊക്കെ കാണുന്നത് നമുക്കും ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളത് മാത്രമല്ല നോക്കുന്നത്, മൊത്തത്തിൽ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി നോക്കും. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ആർട്ടാണ്. അതിന് വിഷ്വലി അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയണം. കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ സിനിമ നമുക്ക് സിനിമ അല്ലെങ്കിൽ എഴുതിയാ പോരെ. ഇതൊരു വിഷ്വലി എല്ലാം കൂടെ ഒത്തിരുന്നു. അത് സിനിമയിലെല്ലാം ഉണ്ട്. സിനിമയിൽ നാടകം, സിനിമയിൽ എന്തും ബ്ലെൻഡ് ചെയ്യാം. പല കാര്യങ്ങള്. പിന്നെ ടൈമിങ്, ഒരു പക്ഷേ ടൈമിങ് എടുക്കുന്നവരുടെ മൈമിന്റെ സാധ്യതകൾ സിനിമയ്ക്കുണ്ട്. ഏതൊരു കഴിഞ്ഞിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഡയലോഗ് ഇല്ലാണ്ട് ഒരു ഫുൾ സീൻ. ഞാൻ പറഞ്ഞിട്ട് ഡയലോഗ് ഇല്ലാതെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, പുഷ്പവിമാനം, അറിയാം? കമലഹാസന്റെ. അതായത് സംസാരിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും അവര് നല്ല ദൂരത്തായിരിക്കും. ഒരു ഫ്ലാറ്റിന്റെ ബാൽക്കണി നിന്നുകൊണ്ട് നായിക അപ്പുറത്തെ ഫ്ലാറ്റിന്റെ പോയി. അപ്പൊ ഇവർക്ക് ഒച്ചത്തി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആക്ഷനിലൂടെ സംസാരിക്കും. അല്ലാത്ത സമയത്ത് ക്ലോസ് വരുന്ന സ്ഥലത്തൊക്കെ ഇവർ ഒറ്റയ്ക്കാം. ആ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു മേന്മയാണത് പുഷ്പവിമാനം. ആ സിനിമ ശരിക്കും പറയണേ ഇപ്പോഴത്തെ ഒരു ആൾക്കാർ കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ പത്മരാജൻ സിനിമയാണ്. സിനിമകളൊക്കെ ആണെങ്കിൽ പോലും ഒരു സിനിമയെ ഗൗരവമായിട്ട് കണ്ടിട്ട് പിന്നെ അതിനടുത്ത് അന്നത്തെ കാലത്ത് അങ്ങനെ തൂവാനത്തുമ്പി ദേശാടന കിളികൾ കരയാറില്ല. ശരിക്കും അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ തൂവാനത്തുമ്പികൾ ഇപ്പൊ പോലും ആൾക്കാർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മെജോറിറ്റി മൂന്നാം പക്കം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ. ഫാന്റസിയുടെ അങ്ങേ അറ്റമാണത്. അത്രയും വലിയൊരു ഫാന്റസി അതിനകത്ത് വേറെ ഓരോ പിന്നെ ഒരു ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു അത് ഭയങ്കര ക്രിഞ്ചായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സാധനം. അത് അങ്ങനത്തെ ഒരു കഥയാണ്. പക്ഷെ അതിനെ അത് എത്ര ഇതായിട്ട് എന്തായിട്ട് എടുത്തു. പിന്നെ KG ജോസിന്റെ പൊളിറ്റിക്കൽ സറ്റയറിന് ഇന്ന് കേരളത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും വലിയ പഞ്ചവടി KG ജോസിന്റെ ദുശാസനൻ തമ്പി. പിന്നെ അതിനകത്ത് പേരുകൾ നോർത്തേക്ക് ദുശാസനൻ തമ്പി, ഭരത് ഗോപി അവതരിപ്പിക്കുന്നത്. പിന്നെ മറ്റേ സുകുമാരിയുടെ ഒരു പേരുണ്ടായിരുന്നല്ലോ,
ഒരു വല്ലാത്ത പേര് മണ്ടോദരി. അപ്പൊ ഈ ഒരു കോമിക് ക്യാരക്ടേഴ്സ് അതിനകത്താണ് ശ്രീനിവാസന്റെ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സ്ഥിരം കോമഡി ചെയ്യുന്ന ശ്രീനിവാസൻ സീരിയസുമായി, സ്ഥിരം സീരിയസ് ചെയ്യുന്ന എല്ലാവരും കോമഡി ക്യാരക്ടേഴ്സുമായി. അതാണ് സിനിമ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുവാണെങ്കിൽ വരുന്നൊരു വ്യത്യാസം. ഫാസിലിന്റെ സിനിമ വേറൊരു രീതിയിലാണ്. ഫാസിൽ ഭയങ്കര ബന്ധങ്ങൾക്ക് ഭയങ്കര ഇഴയെടുപ്പം, ബന്ധങ്ങളുടെ ഇഴയെടുപ്പത്തിൽ വന്നൊരു സിനിമകളാണ്. ഫാസിലിന്റെ ഏത് സിനിമ എടുത്തു നോക്കാം, മണിവത്തൂരിലായിരം ശിവരാത്രി, അനിയത്തിപ്രാവ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള്, എന്നെന്നും കണ്ണേട്ടന്റെ ഏത് സിനിമ, ഇപ്പം ഇങ്ങേറ്റം മറ്റേ മോഹൻലാലും സംയുക്ത വർമ്മയും കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമയുടെ വിജയവും പരാജയമല്ലോ, പക്ഷെ പുള്ളി ബന്ധങ്ങൾ കൊണ്ടുള്ള ഒരു മാനുഷിക ബന്ധങ്ങളുടെ ഒരു കഥയാണ്. പിന്നെ അതേസമയം കമലിന്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അയാള് കാൽപ്പനികതയുടെ കഥാകാരനാണ്. ശരിക്കും അയാള് കാൽപ്പനികതയാണ്. അയാളുടെ എല്ലാം ഒരു കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, പിന്നെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികള്, ഉണ്ണികൾ, ശരിക്കും കാൽപ്പനികതയല്ലേ, കാൽപ്പനികതയുടെ ഒരു കഥ പറച്ചിലാണ് കമൽ എന്നുള്ള സംവിധായകൻ. സത്യനന്ദിക്കാടിന്റെ സിനിമകൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ നടക്കുന്ന സംഭവം അങ്ങനെയാണ്. പുള്ളി അങ്ങനത്തെ ഒരു പ്രിയദർശന്റെ എടുക്കുവാണെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ നടക്കുന്നതാണ് അസ്വാഭാവികതയുടെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. പിന്നെ ശരിക്കും പ്രിയദർശന്റെ സിനിമകളല്ല, അത് നമുക്കിത് അസ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഒരിക്കലും വെട്ടത്തിൽ ജഗതിയുടെ കാര്യം ഇതൊരിക്കലും നടക്കുന്നില്ല. ഇങ്ങനെ എടുക്കും വെട്ടത്തിലെ ക്ലൈമാക്സ്. അപ്പൊ ഇത് വേണ്ട മറ്റേ മറ്റേ പടത്തിന് തന്നെ ഇവര് ബാങ്ക് കൊണ്ടടിക്കാൻ ഒരിക്കലും വിശ്വസനീയമല്ലാത്ത കാര്യത്തിനെ വിശ്വസനീയമായി അവതരിപ്പിക്കുക എന്നുള്ളത് പ്രിയദർശൻ. അതേപോലെ ഓരോ സംവിധായകർക്കും പിന്നെ ഓരോ മാർക്കുകളുണ്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന അതനുസരിച്ച് എടുക്കുന്ന പടങ്ങളെല്ലാം അവരുടെ വിജയം. പക്ഷെ അതിൽ നിന്ന് മാറ്റി പടം എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ചലഞ്ച്. അവർ ഏറ്റെടുക്കേണ്ട ഒരു ചലഞ്ച് അതാണ്. ഇപ്പോഴും ഒരേ രീതിയിൽ കലാഭവമണിയെ പോലുള്ള ഒരു നടനെ നായിക സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർ റേറ്റഡ് എന്നാൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സാധനം അത്ഭുതദ്വീപ്. എവിടെയാണ് നമ്മൾ പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ, അന്ന് മലയാള സിനിമയിലൊരു വിലക്കുണ്ടായപ്പോൾ അയാൾക്ക് 21 വയസ്സേ ഉള്ളൂ. അയാൾ ധൈര്യമായിട്ട് പോയി ഞാൻ അഭിനയിച്ച സിനിമയാണ് സത്യം. അയാൾ അഭിനയിച്ചില്ലേ? കാരണം അയാൾക്കൊന്നും അന്നല്ലെങ്കിൽ ഒരു പക്ഷെ അയാൾ മലയാള സിനിമയിൽ നിന്നും അയാൾ ഔട്ടാവേണ്ടതാണ്. അപ്പോൾ അയാളുടെ ഒരു വിൽ പവർ, അപ്പോൾ അയാൾക്ക് ശരിക്കും പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പൃഥ്വിരാജിന്റെ ഇതൊക്കെ എന്താണ്, പക്ഷെ അയാൾക്ക് സിനിമയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അയാൾ 10 കൊല്ലം മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പം നടക്കുന്നത്. അയാൾക്ക് സിനിമയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ നമ്മള് പുള്ളിക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ട്. ആ വിഷൻ അതിനെ അയാൾ ഫോളോ ചെയ്ത് അയാൾ ഇത്ര എത്തിയിട്ടുണ്ട്. ഇപ്പൊ സുകുമാരന്റെ മകൻ എന്നുള്ള അയാൾക്ക് ഒരു സിനിമയെ കിട്ടത്തുള്ളൂ. നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് കാലിബറും വേണം, ഒരു വിഷനും വേണം. നമ്മൾ മാറി ചിന്തിക്കാനും ഏത് മേഖലയുണ്ട് നമ്മളൊരു വിഷൻ വെച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് അപ്പൊ ഇത് ഈ മലയാള സിനിമയുടെ മൊത്തം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നിറങ്ങുന്ന സിനിമകളുടെ മാറ്റങ്ങൾ തന്നെയാണ് മലയാള സിനിമയുടെ മൊത്തം മാറ്റങ്ങൾ. ഞാൻ അതിനൊരു പരിധി വരെ മഹേഷിന്റെ പ്രതികാരം ഒരു ശേഷം എന്നുള്ള ഒരു നിരീക്ഷണം ട്രാഫിക് പാസഞ്ചർ ട്രാഫിക് ഇത്രയും സിമ്പിൾ ആയിട്ട് സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഒരു ആ കഥയുടെ ആണത്. ഇത് സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ സിനിമയുടെ ഒരു എന്നാ പറയണ ഒരു സിനിമാറ്റിക് മാറി ചാപ്പാക്കുരിശ് ട്രാഫിക് കഴിഞ്ഞ ഇറങ്ങി. അതായത് ട്രാഫിക്കിന്റെ ക്യാരക്ടറൈസേഷൻ തന്നെ ഉണ്ടല്ലേ കൊടുത്തിരിക്കുന്നത്, വളരെ ഭംഗിയായിട്ടാണത്. നല്ലവർ എന്നുള്ളതല്ല, എല്ലാം ഗ്രേ എന്നുള്ള രീതി തന്നെയാണ് പോയിരിക്കുന്നത്. ശ്രീനിവാസന്റെ പ്ലേസ് കാരണം അവിടെ വേറെ ആരാണെങ്കിലും പ്രശ്നമാണ്, അതിന്റെ ക്ലൈമാക്സ് പോകും. ശ്രീനിവാസൻ വന്നുകൊണ്ട് അതിന്റെ അകത്ത് അത്രയും ക്ലിക്ക് ആയത്. കാരണം ശ്രീനിവാസൻ ഓടിച്ച് എത്തൂല്ലെന്നുള്ള പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ നാടകങ്ങളിൽ നിന്ന് സിനിമയിൽ വന്നിരിക്കുന്ന അഭിനേതാക്കളൊക്കെ ഇച്ചിരിയുടെ ഒരു പിന്നെ നമ്മളിപ്പം പറയും ഇപ്പം തിലകൻ, മുരളി,
നരേന്ദ്ര പ്രസാദ് ഇവരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അവരുടെ സൗണ്ട് മോഡുലേഷൻ ഭയങ്കരമായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു നാടകം ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസിൽ കൊറിയോഗ്രാഫ് ചെയ്താണ് ചെയ്യുന്നത്, മൈക്ക് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം ഉദാഹരണം ഞാൻ പറയാണ്, നീ എവിടെ പോകുന്നു എന്ന് ഒരു ക്യാരക്ടറിനോട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പം ബിച്ചു ഒരു ക്യാരക്ടറാണ്, ബിച്ചു ഇപ്പം എൻ്റെ മോനായിട്ട് എനിക്കാണ്, നീ ഇപ്പോൾ എവിടെ പോകുന്നു, ഞാനിപ്പോൾ നാടകത്തിൽ ചോദിക്കണമെങ്കിൽ ഞാൻ മൈക്കിൻ്റെ അവിടെ നിന്ന് മാത്രമല്ല ചോദിക്കുന്നത്. അപ്പം മൈക്കിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പം പ്രേക്ഷകന് കേൾക്കുമ്പം ഇതേ ഒരു ടൂണി വരണം, നീ എവിടെ പോകുന്നു. പക്ഷെ നമ്മൾ പല സ്ഥലത്ത് നിന്ന് പറയുമ്പം മൈക്കിന്റെ ഒരു ക്യാപ്ചർ, അപ്പം നമ്മൾ അടുത്ത് നിന്ന് പറയുമ്പോൾ സ്വരം കുറയ്ക്കണം, ദൂരോട്ട് പോകുമ്പോൾ സ്വരം കൂട്ടണം. ഇപ്പം നീ എവിടെ പോകുന്നു, പുറമോട്ട് പോകുന്നതും കൂട്ടണം, മുമ്പോട്ട് വരുമ്പോൾ മോഡുലേഷൻ. അതുകൊണ്ടാണ് അവർക്കൊരു മോഡുലേഷൻ കിട്ടുന്നത്. പിന്നെ അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ചില ക്യാരക്ടർ വരുമ്പോൾ അങ്ങ് നാടകീയതയായി പോകും. ചില സിനിമയുടെ ഒരു ഫോർമാറ്റും നാടകത്തിൻ്റെ ഒരു ഫോർമാറ്റും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക്. അപ്പം എന്തുകൊണ്ടാണ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം സിനിമയിൽ ശോഭിക്കാൻ പറ്റാത്തത്? മിമിക്രി ആർട്ടിസ്റ്റിന് ടൈമിംഗ് ഉണ്ട്, ഏറ്റവും ടൈമിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മിമിക്രിക്ക്. അതായത് ടൈമിംഗ് ഉണ്ട്, പക്ഷെ അവരെല്ലാവരും സിനിമയിൽ വന്നാൽ ശോഭിക്കത്തില്ല. ദിലീപും ജയറാം മാത്രമല്ലേ വന്നിട്ട് ഇതിലേക്ക് വന്ന് അഡാപ്റ്റ് ആയ പേരുണ്ട്. അല്ല, ഇപ്പൊ ഈ മാറുന്ന മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സിനിമയുടെ മാറ്റം. സാമൂഹികപരമായ മാറ്റത്തിനനുസരിച്ച് സിനിമ മുമ്പോട്ട് തന്നെയാണ് പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ സിനിമയെ പുറമോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പൊ ഞങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ച് ഇപ്പം 20s അല്ലെങ്കിൽ അതായത് 20-25 ആ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ സിനിമകൾ വേറെയാ. അത് വേറെ വിഷനുള്ള സിനിമകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഗ്രാജുവൽ ചേഞ്ച് എന്ന് പറയത്തില്ലേ. ഇപ്പൊ 1990 മുതൽ 2010 ഞാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് ചേഞ്ച് ചെയ്തോണ്ടിരുന്നത്. സോഷ്യൽ മീഡിയ റീല് കാണുമ്പോൾ കേറുന്ന ആ സ്പീഡും സിനിമ കാണുമ്പോൾ ഉള്ളതിലും തമ്മിൽ അവര് കണക്ട് ചെയ്യുന്ന റീൽസുമായിട്ടാണ് ഒരു സീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ സിനിമയുടെ സ്പീഡ് നോക്കിയാൽ മനസ്സിലാവും. ചില സിനിമ കണ്ടിട്ട് ലാഗാന്ന് പറയുന്നത് നമുക്കത് തോന്നുന്നില്ല, ലാഗാന്ന്. എന്താ തോന്നാത്തെ? നമ്മള് പണ്ട് തൊട്ട് സിനിമ കണ്ടു, ഇവര് റീൽസ് മാത്രം 30 സെക്കൻഡില് പിന്നെ ഓൾറെഡി റീൽസ് കണ്ട് അത് ഓൾറെഡി ലാഗ് ശരിക്കും എനിക്ക് എമ്പുരാൻ കണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ലാഗ് ഫീൽ അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പം ഒരു സീൻ പറയുന്നതിന് ഒരു ടൈം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സീൻ നമ്മൾ എടുക്കുമ്പോൾ ആ സീനിന് ഒരു ടൈം കൊടുക്കണം. ആ ടൈമിനുള്ളിൽ അത് കട്ടായി അടുത്ത സീനിലേക്ക് പോകണം. അത് പോയില്ലെങ്കിലാണ് ഈ ലാഗ് ഫീൽ ചെയ്യണത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേ സ്റ്റേജിൽ മഞ്ജു വാര്യറിനെ ആക്രമിക്കുന്ന സമയത്ത് അവര് അറ്റാക്ക് ചെയ്യാൻ വരുമല്ലോ. അറ്റാക്ക് ചെയ്യുമ്പോൾ കാട്ടിൻ്റെ ഉള്ള ഒരു സീനുണ്ട്. ആ സീൻ്റെ അത് നമുക്ക് അറിയാം മോഹൻലാൽ അവിടെ വരും, പക്ഷെ അത് നമ്മൾ തോന്നണ സമയത്ത് അവിടെ വന്നം. ഇത് എപ്പോ വരും എന്നുള്ളൊരു തോന്നൽ വരത്തില്ലേ? അത് ഏറ്റവും അവസാനമായപ്പോഴത്തേക്ക് ആ സീൻ പകുതി ഒരു എത്രയോ 5-6 മിനിറ്റോ അത്രയും കണ്ട ഡ്യൂറേഷൻ പോകണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാണ് മോഹൻലാൽ വരുന്നത്. അപ്പോഴത്തേക്ക് അതിന്റെ ആ ആസ്വാദനം അവിടെ പോയി. അതാണ് ഈ ആൾക്കാർക്ക് ലാഗ് എന്നുള്ള മോഹൻലാൽ വരുന്ന തോന്നിപ്പിക്കുന്നതാണ് അവരുടെ വിജയമില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും അതായത് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാതിരിക്കുന്നതാണ് സിനിമയുടെ വിജയം. അതാണ് അവിടെ മോഹൻലാൽ അല്ല കൊമേഴ്ഷ്യൽ സിനിമയിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സീൻസ് ഒക്കെ വരും. കൊമേഴ്ഷ്യൽ ടിപ്പിക്കൽ നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ടെംപ്ലേറ്റിൽ തന്നെ കഥ പറഞ്ഞ് പോണം, എന്നാലേ അത് ചില സേഫ് ആയിട്ട് വിജയിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിനിമകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് ഇന്നത് സംഭവിക്കണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് നടക്കാണ്ട് നമ്മള് അത് കുറച്ചുകൂടെ ഇപ്പൊ ട്വിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ആവണമെന്ന് വരത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സീൻ ഉണ്ട്, എന്റെ കൊച്ചിനെ തല്ലുന്നോട് ആ ടൈമിങ് എനിക്ക് എമ്പുരാന്റെ പറയാൻ മിസ്സായി. അതാ ഞാൻ പറഞ്ഞത്. അതില് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറം തരുമ്പോഴേ അതിന് ചെയ്യും. അതെ, നമ്മൾ പ്രതീക്ഷയിൽ വരത്തൻ. അതായത് പ്രതികരിക്കൂ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതാണ് അതും സിനിമയുടെ ഒരു വലിയൊരു ടെക്നിക്കാണ്. മനസ്സിലായില്ല, അതിങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ആ ഒരു പൊട്ടിക്കല്. പക്ഷെ അത് റിവ്യൂ പറയണവർ എന്നാ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ കുറച്ച് ഭാഗം കാണാൻ വേണ്ടി മാത്രം ആ സിനിമ കാണാം.
അല്ലെങ്കിൽ അവിടെ നമ്മുടെ പൈസ മുതലായി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത്രയും നേരം ലാഗാന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കഥ അല്ല അതിനൊരു നല്ല സിനിമ ശോഷണ റിഡംഷൻ. അത് ആ സിനിമ അതിന്റെ ക്ലൈമാക്സ് കണ്ടില്ലെങ്കിൽ ആ ക്ലൈമാക്സ് കാണാണ്ട് വെച്ച് നിർത്തി പോണവൻ ഒരിക്കലും അല്ല വേഴ്സ്റ്റ് സിനിമയാണ്. അല്ലാതെ മാത്രമല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം പിന്നെ ഈ ഒന്ന് ലൂസിഫറും എമ്പുരാനും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് രണ്ടും രണ്ട് രീതിയിലാണ് കഥ. പക്ഷെ അതെന്നാ പറയാ, അത് മറ്റേ അന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ലൂസിഫറിന്റെ ക്ലൈമാക്സ് കൊണ്ട് വെച്ചേക്കണടുത്തുനിന്ന് സിനിമ തുടങ്ങുമല്ല, വേറെ ഇതിലേക്ക് എവിടെയാണ്ടൊക്കെ പോയിട്ടാ വരുന്ന സിനിമ. അല്ല അതിപ്പം ലാസ്റ്റ് വരെ സ്റ്റീഫൻ ഖുറേസി ആണെന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഹൈ പോയിന്റാ. അതെ, ആ ഹൈ പോയിന്റ് ഇവിടെ കിട്ടുന്നില്ല. ഇതിപ്പം ഇതിന്റെ ഒരു മൂന്നാം ഭാഗത്തിന്റെ ഒരു വിത്തടിയിലും കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സും ഇതിനകത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചില അപ്രധാനമായിട്ട് കാണുന്ന പല ക്യാരക്ടേഴ്സും അടുത്ത ഭാഗത്തിൽ നല്ല പ്രാധാന്യം കാണും. കാര്യം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഒരു ത്രില്ലർ സിനിമ ഇന്ന് മലയാളത്തിൽ ഒരു ത്രില്ലർ സിനിമ വിജയിക്കണമെങ്കിൽ പാടെ എന്തുകൊണ്ട് ഏറ്റവും വലിയ ത്രില്ലർ സിനിമ പോലെ നെറ്റിൽ കണ്ടിട്ടിരിക്കുന്ന പിള്ളേരുടെ മുന്നിലേക്കാണ് ത്രില്ലർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ശരിക്കും 5-ാം പാതിര കഴിഞ്ഞിട്ട് ശരിക്ക് ഞാൻ തോന്നുന്നത് ഒരു ത്രില്ലർ സിനിമ അടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാക്ഷസനാണ്. ഒരു പിന്നെ രാക്ഷസൻ ശരിക്കും ത്രില്ലർ സിനിമ അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രില്ലർ സിനിമകളിൽ ഇപ്പൊ ഒരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്തേക്കണ എന്താ വെച്ചാൽ വില്ലൻ മോശമായ ത്രില്ലർ പടം മോശമായ ആ ഒരു വെറൈറ്റി രാക്ഷസൻ കൊണ്ടുവന്ന ആ ഒരു ബെഞ്ച് മാർക്ക് പിന്നെ ആർക്കും അതേപോലത്തെ ഒരു വില്ലനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഒരു പരിധി വരെ അതിനെ മറികടന്ന ഒരു സിനിമ 5-ാം പാതിര നല്ല സിനിമയാണ്. പിന്നെ ശരിക്കും ഈ കഥയില് കൊണ്ടുവരാം. ഇപ്പം അങ്ങനെ കൊണ്ടുവന്നത്, അതായത് ഈ ഭയങ്കര സീൻസിലല്ലാതെ ഗരുഡൻ കഥയിൽ കൊണ്ടുവന്ന ഒരു ടെസ്റ്റിലാണ് ആ വില്ലനെ അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരി, ഉത്തരത്തിന്റെ റെഫറൻസ് ആണ് ഇരട്ട എന്ന് പറഞ്ഞ സിനിമ. ഇരട്ട, അതെ അതെ അതെ. ഇരട്ട പണ്ട് നമ്മൾ ഉത്തരത്തിന്റെ ഒരു സാധനം നമ്മൾ ശരിക്കും ജോജി എന്ന് പറഞ്ഞൊരു സിനിമ, ജോജി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മള് അതൊരു അത് വല്ലാത്തൊരു സിനിമ. ഒരു അതിന്റെ ഒരു അത് പറഞ്ഞപ്പോഴാ അത് ശരിക്കും പറഞ്ഞാൽ OTT വന്ന സിനിമയാണ്. ഇപ്പൊ OTT വരുന്ന സിനിമ, അപ്പം അതിൻ്റെ അത് ദിലീഷ് ബോസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് OTT ഒരാള് ഒറ്റയ്ക്കിരുന്ന് കാണേണ്ട സിനിമയാണെന്ന് ഇന്റർവ്യൂലൊക്കെ പറയാനുണ്ടായിരുന്നു. ഈ OTT സിനിമയും തിയേറ്റർ സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ? OTT സിനിമയും തിയേറ്റർ സിനിമയും തന്നെ എന്റെ ഒരു സിനിമ ആസ്വാദനത്തില് OTT സിനിമയും തിയേറ്റർ സിനിമയും വ്യത്യാസം ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. അതെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പ്രകമ്പനം വിളിക്കുന്ന സൗണ്ടുകൾ OTT വല്ല സിനിമ തിയേറ്ററിൽ കാണണമെന്നും അല്ലാത്ത സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു സാധാ മൂവികൾ ഏത് മൂവിയാണെങ്കിലും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ആംബിയൻസ് വേറെയാണ്. അതുകൊണ്ടാണ് വൈഡ് സ്ക്രീൻ എന്ന് പറയുന്നത് തന്നെ. ആ വൈഡ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുകയാണ്. മറ്റേ നമ്മൾ OTT വീട്ടിലിരുന്ന സിനിമ കാണുമ്പോൾ ചുറ്റുപാടുകൾ നമ്മളെ പിന്നെ നമ്മുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നുണ്ട്. ചുറ്റുപാടുകൾ നമ്മളെ കുറെ ഇന്റർപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആസ്വാദന നിലവാരത്തിനെ അത് ബാധിക്കുന്നുണ്ട്, കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. മറ്റേ അങ്ങനെയല്ല, നമ്മളിപ്പോ സിനിമ കാണാൻ വേണ്ടി തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ അതാണ് സിനിമ സിനിമ സിനിമ. അപ്പൊ നമ്മൾ ആ സിനിമയെ നമ്മൾ അങ്ങനെ നേരെ മറിച്ച് ഞാൻ എന്റെ ഇവിടെ ഇരുന്നിട്ട് സിനിമ കാണാണ്, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നു, ഞാൻ ആ സിനിമ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കട്ട് ചെയ്തേ പറ്റൂ. നേരെ മറിച്ച് ഞാൻ തിയേറ്ററിലാണെങ്കിൽ നിങ്ങളോട് ഞാൻ തിയേറ്ററിലാണ് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയും. നേരെ മറിച്ച് ഞാനൊരു OTT വിട്ടുന്ന സിനിമ കാണുവാണെങ്കിൽ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച മറ്റേ കൺസെപ്റ്റ്. ഇപ്പൊ സബ്ജക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് പറയുന്ന സബ്ജക്റ്റ്. ഇപ്പൊ ചില സബ്ജക്റ്റുകൾ നമ്മൾ ഒരു ക്രൗഡഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത സബ്ജക്റ്റുകളാണ്. അങ്ങനെ പറയാൻ അല്ല ഞാൻ ഉദ്ദേശിക്കണേ ബിച്ച് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു പിന്നെ നമുക്കൊരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ഇരുന്നിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അല്ല, സൈക്കോളജിക്കൽ ഡ്രാമയാണെങ്കിൽ സൈക്കോളജിയാണ് പറയണത്. കാരണം ജോജി സിനിമ ശരിക്കും പറഞ്ഞാൽ വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് തിയേറ്ററിൽ നിന്ന് ചിലപ്പോൾ വർക്കാവാത്തൊരു സിനിമ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ അവരവിടെ സംസാരം നടത്തും അല്ലെങ്കിൽ അവരെ എണീറ്റ് പോകും. അതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. എനിക്ക് സിനിമയിൽ തിയേറ്ററിൽ പോകുമ്പോൾ ഏറ്റവും ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കയറി വരിക. ഇവർക്കറിയാമല്ലോ 6 മണിക്ക് 6 മണിക്ക് മുമ്പ് തന്നെ കയറി വരണം. ഞാൻ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചു തുടങ്ങിയ ഞാൻ സിനിമകൾക്ക് കയറില്ല. ടിക്കറ്റ് പോയാൽ ഞാൻ തിരിച്ചു പോരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇടയ്ക്ക് മൊബൈലിൽ സംസാരിക്കുക. പിന്നെ
കൊച്ചുങ്ങൾ കരയുക, ശരിയാണ്, കൊച്ചുങ്ങളെ നമുക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ സിനിമ ആണെങ്കിൽ നമ്മുടെ അടുത്തിരുന്നൊരു കൊച്ചു കരയുക, അതൊക്കെ നമുക്ക് ഭയങ്കര പിന്നെ ഇരുന്ന് അടുത്തിരുന്ന് വർത്താനം പറയുക. കൊച്ചുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മയും സാക്രിഫൈസ് ചെയ്തേ പറ്റും, ആവശ്യമില്ല. അപ്പൊ പിന്നെ അടുത്തിരുന്ന് വർത്താനം പറയുക. അപ്പൊ എനിക്ക് സിനിമയുടെ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഡൗട്ട് ഓപ്പൺ ടൈറ്റിൽ, ആദ്യത്തെ ടൈറ്റിൽ തൊട്ട് ടൈറ്റിൽ വരെ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പിന്നെ ഞാൻ സിനിമ ഒരിക്കലും തുടങ്ങി കഴിഞ്ഞാൽ സിനിമയ്ക്ക് കയറില്ല. ഞാൻ 6 മണിക്ക് സിനിമ, ഞാൻ 5:30 കഴിയുമ്പോൾ തിയേറ്ററിൽ ചെല്ലും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ വെളിയിലും അധികം പോസ്റ്ററുകളില്ല. അപ്പൊ നമ്മൾ ആ തിയേറ്ററിൽ വരാനുള്ള സിനിമയുടെ ഒക്കെ പോസ്റ്ററുകൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ സിനിമ കാണാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് കയറി എന്ന് വെച്ചോ, ആ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വരെയാ. ആ സിനിമ തുടങ്ങണം. നമ്മളിപ്പോ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാലും പരസ്യം, ആ പരസ്യം കഴിഞ്ഞ് ടൈറ്റിൽ എഴുതി കഴിഞ്ഞ് ആ ടൈറ്റിൽ വന്ന വരെ നമുക്ക് ഭയങ്കര ബോറടിയാ. ഈ ഞങ്ങളൊക്കെ പണ്ട് ഈ പോവലിയുടെ ഒന്നുമല്ല കാണിക്കുന്നത്. അന്നാണെങ്കിൽ ട്രാക്ടർ മേടിക്കാനുള്ള ലോണ് പിന്നെ കാണിക്കുന്നത്. ഇത് പിന്നെ ഫക്കിന്ദർ സിംഗ്, ഗുജറാത്തിലെ ഒരു പിന്നെ ഗ്രാമത്തിലെ കർഷകൻ, പിന്നെ നെല്ല് വിതയ്ക്കണം, വിതയ്ക്കാൻ വേണ്ടി പിന്നെ ഇത് പണ്ട് മറ്റേ ഇത് സ്ക്രീൻ അല്ല തുടങ്ങുന്ന മറ്റേ ഇത് കർട്ടൻ പൊക്കണ മ്യൂസിക്. ആ മ്യൂസിക് ശരിക്കും നമ്മുടെ രോമം എഴുതി. പത്തനംതിട്ട എന്തായാലും നമ്മൾ നടുക്കാനായിട്ട് മുകളിലേക്ക് ഞാൻ എപ്പോഴും പറയാം, എന്റെ കൊച്ചിനെ ഞാൻ വിചാരിച്ചത് അൻരാഗിന്റെ ഐശ്വര്യ ഒരാളുടെ തിയേറ്ററാണ്, അവരുടെ അച്ഛന്റെ ഫോട്ടോ ആണ് ആദ്യം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തിരുന്നത് ഇതൊക്കെ സിനിമയിലുള്ള ആളാണ്. നമ്മുടെ ഒരു ആ ഫോട്ടോ ആണ് അത്. പിന്നെ കഴിഞ്ഞിട്ട് കട്ടം തുറക്കുന്നതിന് മുമ്പേ അവിടെ അൻരാഗിൽ ഐശ്വര്യയുടെ ഒരു പാട്ടുണ്ട്, ഞാൻ എപ്പോഴേക്കും ഒരു തമിഴ് ഭക്തിയാണ്, ഈ പാട്ടാണ് ഫസ്റ്റ് ഇടുന്നത്. അപ്പൊ ഈ പാട്ട് ഇടുമ്പോ നമുക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. നമ്മുടെ ഒരു പിന്നെ ഒരു ഇതാണ്, ഈ പാട്ട് ഇടുമ്പോ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. അത് ടിക്കറ്റ് കൊടുത്ത് അപ്പൊ ഈ അടിയിലത്തെ ലൈറ്റ് മാത്രം അത് മ്യൂസിക്കാണ്. നമ്മളെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോ ടിക്കറ്റിനുള്ള ആള് വരുമ്പോ ഒരു ബെല്ല അപ്പൊ തന്നെ അതൊക്കെ വേറൊരു കാര്യമുണ്ട്. പിന്നെ ലോക കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ ന്യൂസ് റീൽ കാണിക്കുക. ഏഷ്യാഡ് നടക്കുന്ന സമയത്ത് ഏഷ്യാഡിന്റെ ഏഷ്യാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാളത്തിന് ഏഷ്യാഡിലെ വിവിധ ചില സമ്മാനം കിട്ടിയ ചില മൂവ്മെന്റ്സുകളൊക്കെ ഇങ്ങനെ ന്യൂസ് റീലായിട്ട് നമ്മളെ കാണിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊരു പിന്നെ ജയൻ മരിക്കുന്ന കോളക്കത്തിന്റെ ആ ഒരു സമയത്ത് ഒരു 86, 85 എനിക്കൊരു 5 വയസ്സാണ്. അറിഞ്ഞ എങ്ങനെയാന്ന് ഓർക്കുന്നില്ല. ജയൻ മരിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ കോളിലൊക്കെ സിനിമ പോയി കാണുകയൊക്കെ ചെയ്ത് ഓർക്കുന്നുണ്ട്. കോളിലൊക്കെ സിനിമ കാണാൻ പോയതൊക്കെയാണ് ഓർക്കുന്നുണ്ട്. ഒരു ദിവസം പിന്നെ 2 സിനിമ കണ്ടിട്ടുണ്ട്. ഒറ്റയാൾ കൊട്ടാരം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അല്ല ഞാനതുപോലെ അമ്മയാണ് സത്യ സമൂഹവും ഒരു ദിവസം കണ്ടതാണ്. അതായത് നമ്മൾ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അന്ന് സിനിമയ്ക്ക് വേണ്ടി എന്നിട്ട് തിയേറ്ററിനകത്തിരുന്ന് ചോറുണ്ട്. അത് ഞങ്ങള് ഇതുപോലെ കോളേജ് കട്ടിയത് പോയതാ അനീബി കാണാനായിട്ട്. അന്ന് ചോറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങള് തിയേറ്ററിനകത്തിരുന്ന് ചോറൊക്കെ ഉണ്ട്. ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാനൊക്കെ മറ്റേ ദൃശ്യം മറ്റേ തിയേറ്റർ മറ്റേ കോളേജ് കട്ട് ചെയ്ത് കണ്ട സിനിമ. ദൃശ്യമൊക്കെ ഞാൻ കാണാൻ പോകുമ്പോഴത്തേക്കും അത്ര ഹിറ്റ് എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല, നല്ല സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു 1 ഹിറ്റിലേക്ക് കയറിയ സമയമുണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റാന്ന് പറഞ്ഞേ. അന്ന് പിന്നെ ടിക്കറ്റ് കിട്ടാതെ ഞങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ പാലായിലാണ് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ കണ്ടെന്ന് എനിക്ക് തോന്നണേ. സിനിമ അന്ന് അധികം ആൾക്കാരില്ല ജോസഫിന്റെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാധാരണ പിന്നെ സാധാരണ ഒരു മനുഷ്യന് പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പ്രതികരിക്കണമെന്ന് ഉള്ള രീതിയിലാണ് പുള്ളിയുടെ എല്ലാ സ്ക്രിപ്റ്റുകളും പോകുന്നത്. അപ്പൊ ദൃശ്യമൊക്കെ എങ്ങനെയാണ് ഒരു സംഭവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് കൺസെപ്റ്റ് പൊളിച്ച സിനിമ. അതെ, കുറ്റം ചെയ്തവൻ രക്ഷപ്പെടുക, അവരുടെ കൂടെ എല്ലാവരും നിൽക്കുക, അതിനെ ജസ്റ്റിഫൈ ചെയ്ത രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ CB മലയിലെ ലോഹിദാസ് കൂട്ടുകാർക്ക് അങ്ങനെ ജീവിതഗന്ധിയായ കുറെ കഥകളുടെ എഴുത്തുകാരനായിരുന്നു ലോഹിദാസ്. അപ്പൊ ദുരന്തത്തിലേക്ക് ജീവിതഗന്ധിയായ കുറെ കഥ, അതായത് ഒരു പിന്നെ ലോഹിദാസിന്റെ സിനിമയിലെ വില്ലന് പോലും ഒരു അന്തസ്സുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങളാണ് അവരെ വില്ലനാക്കുന്നത്. അവരൊന്നും മനുഷ്യത്വം ഇല്ലാത്തവരൊന്നും അല്ല.
പക്ഷെ ഇപ്പൊ കന്മത സിനിമ നിവേദ്യം പുള്ളിയുടെ അല്ലേ? അതെ അതെ നിവേദ്യം. പക്ഷെ ലോഹിദാസ് ഡയറക്ട് ചെയ്താ ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടി അതായത് ശരിക്കും ഫാന്റസിയുടെ ഏറ്റവും ശരിക്കും പറയണ ഗുരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാന്റസി സിനിമ ഏറ്റവും ഫാന്റസിയിൽ കഥ പറഞ്ഞൊരു സിനിമ ഭൂതക്കണ്ണാടിയാണ്. അതായത് അയാളുടെ കൊച്ചു കണ്ണിലൂടെ അയാൾ കാണുന്ന അയാളുടെ മോളാണെന്ന് അയാൾ കാണുന്ന കാഴ്ചകളാണ് ആ മാളാരവിന്ദന്റെ ഒക്കെ കാഴ്ചകൾ. അതിന്റെ ഉള്ളിലെ ഒരു ഫാന്റസിയാണത് ശരിക്കും. അങ്ങനെ അതായത് ഒരു ശരിക്കും ജീവിതഗന്ധിയായ ഒത്തിരി ഒത്തിരി പിന്നെ കഥകൾ എഴുതിയ ഒരാളാണ് ലോഹിദാസ്. പക്ഷെ അത് സിനിമലയിൽ നല്ല സിനിമലയിലെ ഇന്റർനാഷണൽ സാധനമുണ്ട് കൗരവർ. അതെ അതായത് നായകൻ തിരിയുന്ന ഒരു തിരിയലുണ്ട്. അല്ല സംവിധാനമാണ് ജോഷി. അതാണ് എന്റെ വ്യത്യാസം. ആ കൗരവർ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബ്ലെൻഡ്. അതാണ് ഇന്റർനാഷണലി ആ കഥ പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗ്യാങ്ങിന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യം മോള് മരിച്ചിട്ടില്ല എന്ന് അറിയുമ്പോ ഫുള്ള് ഗ്യാങ് സ്വന്തം നേരെ തിരികെ. തിലകന്റെ ക്യാരക്ടർ ശരിക്കും തിലകന്റെ ഒരു ഈ കിരീടത്തിനോടൊപ്പം തന്നെ തിലകനെ പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഇത്. പിന്നെ ശരിക്കും ലോഹിദാസിന് അങ്ങനെ കുറെ ജീവിതഗന്ധിയായ പിന്നെ ലോഹിദാസ് ദശരഥ സിനിമക്ക് അന്നത്തെ കാലത്ത് പിന്നെ ദശരഥം ആവറേജ് വിജയമല്ലായിരുന്നു. പക്ഷെ അങ്ങനത്തെ കൺസെപ്റ്റ് അത് ഇപ്പറക്കാലും അല്ല ഇപ്പൊ അല്ല ഇപ്പോഴും അതുപോലെ നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചാലും ലോഹിദാസിന്റെ കഥാപാത്രങ്ങൾക്കല്ല ഒരു ഐഡന്റിറ്റി ഉണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരം, കിരീടം ചെങ്കോലും എന്ന് പറഞ്ഞ രണ്ട് സാധനം. അത് ചെങ്കോല നമുക്ക് ആ നായകന്റെ കൂടെ നിന്ന് കാര്യം ഓക്കെ പോലീസുകാരാണ്. ഒറ്റ ചോദ്യമാണ് അതിന്റെ അകത്ത്, അച്ഛനെ തലമയാ നോക്കി നിക്കണോ? അതാണ് കഥ. കിരീടത്തിനകത്തെക്കാളും നല്ല റേഞ്ച് ആയിട്ട് അഭിനയിച്ചേക്കുന്ന ചെങ്കോലാണ് തിലകൻ. തിലകന്റെ ഉഷയും തിലകനും നമ്മള് കോമ്പിനേഷൻ മോഹൻലാൽ കാണുന്ന ആ ഒരു സാധനമൊക്കെ തിലകന്റെ ആ ഒരു പാട്ട്. അതെ, ഒരു പക്ഷേ ഈ സതയ സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു 92-ലായിരിക്കും ഇറങ്ങിയത്. ആ സതയ സിനിമയൊക്കെ ഇറങ്ങിയത് നമ്മൾ ഹുണ്ട് ചെയ്തു എന്നുള്ളത് കൂട്ട് തന്നെ നമുക്ക് വിഷമമുണ്ട്. അതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ചില തിരിച്ചറിവുകളും നമുക്ക് തരുന്ന സിനിമയായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയും നമ്മുടെ അവസരമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുത്താനായിട്ട് നമ്മളെ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന വേറൊരു കുറച്ച് നാൾ ആ സിനിമ നമ്മുടെ കൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എനിക്ക് വിഷമം തോന്നിയൊരു സിനിമ, അതായത് ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ട് ഒരിക്കലും ചുവപ്പ് നാടയിൽ കുടുങ്ങിയൊരു ജീവിതത്തിനെ കളയരുതെന്ന് വിചാരിക്കുന്ന ഒരാളായത് കാഴ്ച സിനിമ. എനിക്ക് കാഴ്ച ഒരു ഭയങ്കരമായിട്ട് എനിക്ക്, അതായത് ഒരു ബന്ധങ്ങളെ ഞാൻ ഇന്നും തന്മാത്ര ഫുള്ള് കണ്ടിട്ടില്ല. പാടമൊന്നൊരു വിലാപം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണേണ്ട പ്രായം അതാണോ എന്ന് പോലും അറിയില്ല. ദൂരദർശനിൽ വരുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടതാ. എന്റെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് അത്. ശരിക്കും അത് മീര ജാസ്മിന്റെ ഒരു വല്ലാത്ത പെർഫോമൻസ് ഉണ്ട്. എനിക്കങ്ങനെ എടുത്തു പറയേണ്ട മനസ്സിനെ സ്പർശിച്ച സിനിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഡാനി ഫ്രം എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും മോളും കൂടെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഈ സിനിമ കണ്ട് ഞങ്ങൾക്ക് ഒരു പൊട്ടിക്കരച്ചില്ല. ഞാൻ നോക്കിയപ്പോ മോള പോരുതെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കരച്ചില്. ശരിക്കും നമ്മുടെ ഇമോഷനെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സിനിമകളാണ് നമ്മൾ. ലാസ്റ്റ് ആ പുള്ളിനെ വിളിച്ചോണ്ട് ഒരു സീനും ആ മ്യൂസിക്കും കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ കരഞ്ഞു പോകുന്നു. ഇപ്പോഴും ഞാൻ എടുത്ത് കാണുന്ന സിനിമയാണ്. അതൊക്കെ നമ്മൾ പറയേണ്ട സിനിമകളാണ്. ഈ വലിയ വലിയ സിനിമകളെ പറ്റി പറയുമ്പോഴും കുറച്ച് സിനിമകൾ ഇറങ്ങിയ എനിക്ക് ഹോണ്ടിങ്ങെന്നല്ല, എനിക്ക് പക്ഷെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. അപ്പു തരുന്നത് മറ്റേ മോഹൻലാലിന്റെ ലാസ്റ്റ് പുള്ളി ആ പിള്ളേരോട് പറഞ്ഞിട്ട് കയറി ഒരു സൂത്രം കാണിച്ചില്ലാന്ന് പറഞ്ഞു മാവിന്റെ
ചെയ്ത ഒരു സിനിമയാണ്. അത് ഈ ലോഹിദാസിന്റെ കാര്യം പറയുമ്പോ കസ്തൂരിമ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. കുഞ്ചാക്കോന്റെ അത്രയും കാലത്തുള്ള ഒരു സാധനം പുള്ളി മാറ്റിയിട്ട് ഒരുപാട് കറഞ്ഞ സിനിമ ആകാശം. അയ്യോ കസ്തൂരിമാൻ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ വന്നില്ല. ആകാശവും നല്ല സിനിമയാണ്. ആ സിനിമ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷെ ആ സിനിമയുടെ ഒരു അത് എനിക്ക് ഡെന്നീസ് ജോസഫാണോ അതിന്റെ അത് തിരക്കഥ. ഡെന്നീസ് ജോസഫിനെ നമ്മൾ മലയാള സിനിമയിൽ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ആഴത്തിൽ തന്നെ പറയേണ്ട ഒരു വ്യക്തിയാണ്. എത്ര സിനിമകള് പിന്നെ ഒരു ആക്ഷൻ സിനിമ, ഒരു ആക്ഷൻ പാക്ക് സിനിമകൾക്കുള്ള ഒരു ഉത്തരവായിരുന്നു ഒരു സമയത്ത്. ന്യൂഡൽഹി, നായർ സാബ്, സംഘം, പിന്നെ 20 സ്വാതന്ത്ര്യം, മറ്റേ ഇന്ദ്രജാലം, തമ്പി കണ്ണന്താനത്തിന്റെ കുറെ സിനിമകളുണ്ട്. അങ്ങനെ ഈ തമ്പി കണ്ണന്താനം, ഡെന്നീസ് ജോസഫ്, രാജാവിന്റെ മകൻ, അപ്പൊ ഇതൊക്കെ ശരിക്കും മറ്റേ അത് വേറെ എന്നാൽ പോലും പിന്നെ പഴയ സിനിമകളെ പറ്റി പറയുമ്പോൾ ലോഹിദാസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും ഈ ഡെന്നീസ് ജോസഫ് എന്നൊരു വ്യക്തിയാണ് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നത്. മലയാള സിനിമയില് ഒരു ലെജൻഡ് തന്നെയായിരുന്നു മലയാള സിനിമയില്. അത് നമുക്ക് അതായത് ഇപ്പൊ എനിക്കൊക്കെ അറിയാവുന്ന സിനിമകൾ 84 കാലഘട്ടം തൊട്ടുള്ള സിനിമയെ പറ്റി നമുക്ക് അത്രയും, പിന്നെ ബാക്കിയുള്ള സിനിമകൾ നമ്മൾ പിന്നെയാണ് കാണുന്നത്. പഴയ സിനിമകൾ പിന്നെയാണ് കാണുന്നത്. പിന്നെ കാണുന്നത് എനിക്കാണ് അതിനെ ബേസ് ആയിട്ട് കൊറേ സംഘം മമ്മൂട്ടിയെ മാറ്റി അപ്പൊ അത് ഡെന്നീസ് ജോസഫിന്റെ ഒരു സ്ഫടികം എഴുത്തുകാരാണ്. ഞാൻ പറഞ്ഞു ഈ കോട്ടയം കൂട്ടത്തിൽ പറഞ്ഞ മറ്റേ ഒരു ക്യാരക്ടർ അതുപോലെ ഒരാൾ അവിടെ ഉണ്ടെന്ന് എന്നത് രാജൻ വിജയന്റെ ക്യാരക്ടർ. പിന്നെ പള്ളിയിലച്ചൻ. അന്നത്തെ കാസ്റ്റിംഗ് എന്ന് പറയണത് അല്ല, അത് നമുക്ക് മാറ്റിയെഴുതാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മള് തിരക്കഥാകൃത്തിന്റെയും സംവിധായകരുടെയും കാര്യങ്ങൾ പലരുടെ പറഞ്ഞു. അന്നത്തെ നടന്മാരെ എടുത്തു നോക്കി, അതിന് പകരം ശങ്കരാടി. അത് പിന്നെ വരവേൽപ്പ് സിനിമയ്ക്കകത്താണ് പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാനൊരു ദിവസം തകർന്ന് തരിപ്പോ മോഹൻലാലും ശങ്കരാടിയാണ്. ഞാനൊരു ദിവസം വണ്ടിയിലൊന്ന് കൈ കാണിച്ചപ്പം അവൻ വണ്ടി നിർത്താതെ പോയി. ഞാനിപ്പോ എന്റെ മനസ്സിൽ ഈ ഒരൊറ്റ ഡയലോഗിൽ അയാളുടെ ദേഷ്യവും നിർത്താത്തിന്റെ സന്തോഷമല്ല തകർന്ന എന്റെ സന്തോഷവും ഈ ചില കാരണവന്മാരുടെ ടിപ്പിക്കൽ അന്നത്തോട് വേണ്ടിട്ട് അവതരിപ്പിക്കാന്നുള്ള അതിന് ഒടുവില് മറ്റേ നിക്കലൊക്കെ എന്നിട്ട് ആ പുള്ളി പുറകെ ഓടിപ്പോണം, പുള്ളിക്കാരത്തിന് പുറകെ ഓടിപ്പോ അണ്ടർവെയറിട്ടുണ്ട്. എന്റെ സാധനമൊക്കെ പുള്ളിയുടെ വായനയൊക്കെ അപാരമായിരുന്നു. പുള്ളി പിന്നെ ഒരു കോളേജിലെ ലൈബ്രറിയിലായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ നാടകം സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് അതിന്റേതായ ക്വാളിറ്റി മാമുക്കോയിലൊക്കെ ചില സീനുകൾ ചിന്തിക്കാൻ പറ്റും. അല്ല അല്ല ഞാനാണ് മറ്റേ തന്ത്രി ഞാനത് പറഞ്ഞത്. ഈ മുസ്ലിം സ്ലാങ് വെച്ചിട്ട് ഇത്ര സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് പുള്ളി മറ്റേ കൺവിൻസിംഗ് ആയിട്ട് അഭിനയിക്കാൻ അബ്ദുള്ളക്കകത്ത് അങ്ങനത്തെ ഒരു സീനില്ലേ? പുള്ളി ഒരു നിർമ്മാതാവിന്റെ അടുത്ത് കഥ പറയുന്ന ഒരു സീനുണ്ട്. ഒരു വലിയ ബിസിനസ്സുകാരൻ, എന്തോ ഒരു പേര്, ഹൈദരാലി, 3 മക്കൾ, അവരൊക്കെ കോഴിക്കോട് സ്ലാങ് വെച്ചിട്ട് ഈ മീശമാധവനത്തെ ആ വേറൊരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആളാണ് എനിക്ക് മറ്റന്നാണ് വധു ഡോക്ടറിനകത്ത് അയ്യോ വധു ഡോക്ടറാണ് ഞങ്ങളുടെ വീടിന്റെ അയൽവാസിയായ സംവിധായകൻ. പുള്ളി മരിച്ച് KK ഹരിദാസ്, പത്തനംതിട്ട മൈലപ്പുറ. ശരിക്കും നല്ല അന്നത്തെ കാലത്ത് പുള്ളി കിണ്ണം കട്ട കള്ളൻ കൊക്കര അപ്പം അങ്ങനെ പുള്ളി കുറെ സിനിമകൾ ശരിക്കും ദിലീപിനൊക്കെ ആദ്യം കുറെ സിനിമ കൊടുത്ത കാക്കയ്ക്കും പൂച്ചയ്ക്കും നിക്കരയാണ് എന്റെ മനസ്സ്, അങ്ങനെ കുറെ സിനിമകൾ പുള്ളിയുടെ KK ഹരിദാസ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞാൻ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സംവിധായകനെ പറ്റി പറയാതെ പോകാനും പറ്റത്തില്ല. നാട്ടില് വേറൊരാളുണ്ടല്ലോ പത്തനംതിട്ടയിലുള്ള ആള്, ഒരു കുഞ്ഞു മനുഷ്യൻ, മോഹൻലാൽ.
കരിമ്പിൻ പൂവിനൊക്കെ അതൊക്കെ ഒരു വേറൊരു പിന്നെ മോഹൻലാൽ എന്നൊരു നടന്റെ ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനൊക്കെ ഒരു 25-26 വയസ്സേ കാണത്തുള്ളൂ. ആ ഒരു പ്രായത്തിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിന്റെ സമയത്താണ് കരിമ്പിൻ പൂവിനൊക്കെ അഭിനയിക്കുന്ന ഒരു പ്രതികാരം ചെയ്യുന്ന ഒരു പിന്നെ ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ ഒരു പിന്നെ മാറ്റുരയ്ക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ആ കഥ. ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സംവിധായകരും നല്ല തിരക്കഥാകൃത്തുക്കളെയും കൂടെ അഭിനയിക്കാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള കഥകളിൽ ഇപ്പം മൃഗയ പോലൊരു സിനിമ, സൂര്യമാനസം ശരിക്കും മമ്മൂട്ടി ഇല്ല അവിടെ. അപ്പൊ അങ്ങനെ എത്ര തനിയാവർത്തനം, എത്ര സിനിമകൾ മമ്മൂട്ടി പിന്നെ അതുപോലെ മോഹൻലാലിനും ആ കാലഘട്ടത്തിൽ. അപ്പൊ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ മൊത്തം എടുത്തു കാണിക്കാൻ തക്കോണം. മമ്മൂട്ടിനെ മറന്നുപോകുന്ന സിനിമയാണ് പിന്നെ മറവത്തൂർ കനവ്. അതെ, പുള്ളിയുടെ വരവ് തൊട്ട് സിനിമ വേറൊരു എന്റെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് നോക്കുമ്പോ മറ്റേ ഭാഷ രാജമാണിക്യം ശരിക്കും പിന്നെ നമ്മൾ സംസാരിക്കേണ്ട സിനിമകളാണ്. എനിക്ക് അതിനേക്കാളും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട തൊമ്മനമുക്കുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഈ രഞ്ജിത്ത് സിനിമകള് ഒരു സമയത്ത് അതിഭാവത്വമുള്ള നമ്മൾ ഈ ശരിക്കും നമ്മൾ പ്രത്യേക സ്വന്തം നായകന്മാരെ അവതരിപ്പിക്കുന്നതിനും രഞ്ജിത്തിന്റെ സിനിമകൾക്കകത്തെല്ലാം ഒരു കഥയുണ്ട്. ശരിക്കും ഒരു നല്ലൊരു കഥയുണ്ട്. ആ കഥയിൽ നിന്നാണ് പുള്ളി ഈ അതിഭാവം. നരസിംഹത്തിനകത്ത് അച്ഛനും മോനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ. അവരുടെ ഒരു ബന്ധം, അവരുടെ ആ ഒരു ഇത്, അതായത് ഒരാൾ സ്വന്തം അച്ഛൻ. രഞ്ജിത്താണ് എന്റെ എഴുത്ത്. ദേവാസുരം ഭയങ്കരമല്ലേ? 6-ാം തമ്പുരാൻ, പിന്നെ ചന്ദ്രോത്സവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ അത് ഹിറ്റ് ആയിട്ടില്ല. കൃഷ്ണകുടിയിലെ ഒരു പ്രണയ കാലത്ത് നീലഗിരി രഞ്ജിത്തിന്റെയാണ്. പിന്നെ മറ്റേ രഞ്ജിത്തിന്റെ തന്നെയാണല്ലോ മറ്റേ പെരുവണ്ണാപുരത്തെ വിശേഷം. തിരക്കഥ രഞ്ജിത്തിന്റെയാണ്. തിരക്കഥ രഞ്ജിത്താണ്. തിരക്കഥയാണ് ശരിക്കും രഞ്ജിത്ത് ചോട് മാറി തുടങ്ങിയ തിരക്കഥ. അനൂപ് മേനോനെ കണ്ട കാസ്റ്റ് ചെയ്ത് കറക്റ്റ് കാസ്റ്റിംഗ്. പറയണത് അവരുടെ സീനില്ലേ മരിക്കാനുള്ള സമയത്ത് ശരിക്കും എന്നെ പറയുന്ന മറുപടി ഇല്ല. രഞ്ജിത്തിന്റെ സിനിമകള്, രഞ്ജിത്തിന്റെ ഒരു നല്ല കാലം അസ്തമിച്ചു തുടങ്ങിയത് പ്രാഞ്ചിയേട്ടൻ കഴിഞ്ഞ പിന്നാണ്. രഞ്ജിത്തിന്റെ ഒരു നല്ല സിനിമ ഇന്ത്യൻ റുപ്പി പിന്നെ രഞ്ജിത്തിന് ആ ഒരു രീതിയിൽ ഒരു തിരക്കഥ മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ശരിക്കും അതൊരു നഷ്ടം തന്നെയാണ്. അത് ഈ ജനറേഷൻ മാറി. പക്ഷെ എന്നാലും പ്രാഞ്ചിയേട്ടൻ എല്ലാ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ റുപ്പി എല്ലാ ജനറേഷൻ നമ്മള് എനിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഗ്യാങ് മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക്. ഇന്ത്യൻ റുപ്പിയൊക്കെ ഇപ്പോഴും സാധാരണ ആ സിനിമ എന്താ മനസ്സിലാക്കാൻ മറ്റന്ന് പൈസയുടെ ആ വാല്യൂ ഉണ്ടല്ലോ. അതെ, പൈസ ടേൺ ഓവർ ചെയ്ത് ചക്രം അത് മറിഞ്ഞു വന്നത് ഒരു ഇതുണ്ട്. പൈസ മറിഞ്ഞു വന്ന ആ ഒരു കഥയുണ്ട്. അത് കണക്ട് ചെയ്തേക്കണം. പക്ഷെ ഇതിപ്പോ മനസ്സിലാവോ? അത് ഇനിയുള്ള പിള്ളേർക്ക് മനസ്സിലാവും. കാരണം ഇപ്പൊ എല്ലാരും ഗൂഗിൾ പേ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും എന്നുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം അത് തന്നെയാണ് ഇപ്പൊ ഒരു ത്രില്ലർ സിനിമ ഇപ്പൊ CBIയുടെ ഇപ്പോഴും എടുക്കുവാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എല്ലായിടത്തും CC ക്യാമറ ഉണ്ട്. ഒരു ആരാ വന്നതെന്ന് അപ്പഴേ അറിയാം. കഥ എവിടെ പോയി. മൊബൈൽ വന്നതോടുകൂടി വന്ദനത്തിന്റെ സ്കോപ്പ്. മറക്കാൻ പറ്റിയ തിയേറ്റർ എക്സ്പീരിയൻസ്, മറക്കാൻ പറ്റാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് കിലുക്കം കാണാൻ പോയതായിരിക്കും. എന്ന് പറഞ്ഞാൽ പിന്നെ റോഡ് വരെ ക്യൂ. അതിനകത്ത് പിന്നെ അന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, റോഡ് വരെ ക്യൂ. ആരാണ്ടൊക്കെ ചവിട്ടി എൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചവിട്ടിയാണ് ഇടനാഴി കൂടെ കയറി ചെന്ന് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ 5 പേര് പോയി. 5 പേരുടെ പൈസയും കൊടുത്തു. പക്ഷെ 4 ടിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. ആര് പുറത്ത് നിൽക്കും എന്നുള്ളത് ഈ 5 പേര് നമുക്ക് കോൺഫ്ലിക്റ്റ് ആയി. അതെന്നല്ലേ. പിന്നെ ഒരാള് പുറത്ത് നിന്ന് അന്ന് തിയേറ്ററിന്റെ പുറകെ നിന്ന ശബ്ദം കേൾക്കാം, നല്ല സൗണ്ട് കേൾക്കാം. തിയേറ്ററിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ ഒരുത്തൻ അവിടെ നിന്ന് ഇത് കേട്ടു. ഞങ്ങൾ 4 പേര് കയറി. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തു പുള്ളിനെ? ഫേസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. സിനിമ കാണുന്ന ഇഷ്ടമായിരുന്നു ശരിക്കും. ഇപ്പോഴും അതെ, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന
എനിക്ക് തിയേറ്ററിൽ പോയി ഇഷ്ടം. ഞാനിരുന്ന് അത്യാവശ്യം കൈയടിക്കും. അല്ല ഈ മറ്റേ ഫാൻ ഷോയ്ക്ക് കാണാനാണ് ഇഷ്ടം, അല്ല അത് കഴിഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കണം. ഞാൻ പിന്നെ ഫാൻ ഷോയ്ക്ക് കയറിയിട്ടുണ്ട്, പക്ഷെ ആ സിനിമ വീണ്ടും വന്നു. പക്ഷെ ഈ ഫാൻ ഷോയ്ക്ക് വരുമ്പോൾ നമുക്കൊരു വികാരമാണ്. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് എന്നല്ല, ഏത് ഫാൻ ഷോയ്ക്ക് കയറിയാലും ആ ഫാൻസിന്റെ ഒരു വികാരം കാണുന്നത് നമുക്കൊരു സന്തോഷമാണ്. ആ സ്റ്റേജിൽ ആ ഒരു സ്ക്രീനിലേക്ക് ആ നായകൻ സിനിമ അതൊക്കെ ശരിയാണ്, അത് ശരിയാ. അത് പക്ഷെ എന്നാലും ഉണ്ടല്ലോ ആ അതിന്റെ ആ ഒരു കൊടുക്കുന്ന അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അവർ ശരിക്കും അവരൊരു ഇപ്പോഴത്തെ കാലത്തൊരു 150 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു 150 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ആ നായകൻ വന്നു കഴിയുമ്പോൾ ആ കയ്യടി അവരുടെ ഉള്ളിൽ നിന്നാണ്. ശരിക്കും ആ കയ്യടി അവരുടെ ഉള്ളിൽ നിന്ന് അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര നമുക്കും ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടാവും. നമ്മൾ സിനിമയെ കുറിച്ച് ഇങ്ങനെ രണ്ട് കാലമായിട്ട് സംസാരിക്കുമ്പോൾ നാടകത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നാടകത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതൊരു കൊമേഴ്ഷ്യൽ ആവാത്തത്? കൊമേഴ്ഷ്യൽ ആവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിന് ചില പരിമിതികളും ഉണ്ട്. അതുകൊണ്ടാണ് നാടകം അത്രയും അങ്ങോട്ട്. പക്ഷെ നാടകം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക വൃന്ദങ്ങൾ കുറവാണ്. അതെന്തുകൊണ്ടാണ്? പണ്ട് നേരത്തെ ആണെങ്കിൽ തിയേറ്റർ പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനാണെങ്കിൽ കലാനിലയത്തിന്റെ 3 ഘട്ടത്തിലെ നാടകം കണ്ടതാണ്. അതായത് 87-കളിലെ രക്തരക്ഷസ് കണ്ടതാണ്, പിന്നെ 2000-ൽ അവരൊക്കെ രക്തരക്ഷസ്, ഇപ്പൊ ഇറങ്ങിയ രക്തരക്ഷസ് കണ്ടതാണ്. ഈ 3 ഞാൻ കണ്ടതാണ്. ഞാൻ ഈ 3 ആസ്വദിച്ചു. എനിക്ക് ഈ 3 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് കൊച്ചിനെ ഞാനൊരു പേടിയോടുകൂടി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2000-ൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി അനുസരിച്ച് കണ്ടു. 3ാമത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ആസ്വദിച്ച് കണ്ടു. അതേപോലെ നാടകങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ശരിക്കും. പിന്നെ നല്ല നാടകങ്ങൾ, പിന്നെ നാടകത്തിൻ്റെ ഒരു പ്രചാരം കിട്ടുന്നില്ല. സ്കൂൾ തലങ്ങളിൽ നിന്നൊക്കെ ഈ നാടകം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫിലിം ക്ലബ്ബുകൾ കോളേജുകളുള്ളതുകൊണ്ടാണ് ഫിലിമുകളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ വന്നത്. അതുപോലെ തന്നെ നല്ല നാടക ആസ്വാദക സംഘങ്ങളും നാടക സംഘങ്ങൾ സ്കൂളുകളിൽ നിന്ന് തന്നെ വരണം. കുട്ടികളിലേക്ക് നാടകം ഇഷ്ടപ്പെടണം. ചിൽഡ്രൻസ് പിന്നെ സൊസൈറ്റികൾ ഉണ്ടാവണം കൂടുതൽ. ഇപ്പം അവിടെ എവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ പറഞ്ഞ ഈ മയക്കുമരുന്ന് പോലുള്ള ഉപയോഗങ്ങളിൽ നിന്നും കുട്ടികളെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റാൻ അതായത് ഞാൻ നാടകത്തിന്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കും. അത് പോയി എനിക്ക് നാളെ സ്റ്റേജിൽ ചെന്നൊരു നല്ല നാടകം ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചൊന്നുമല്ല. നമുക്കൊരു മാറ്റം ഉണ്ടാവാൻ ഈ വർക്ക്ഷോപ്പുകൾ നല്ലതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ നല്ലതാണ്. ശരിക്കും നാടകം സ്കൂളിൽ ഈ നാടക കളരികൾ സ്കൂളുകളിൽ തുടങ്ങണം. അത് ഹൈസ്കൂളിലൊന്നുമല്ല, LP സ്കൂളിൽ തൊട്ട് തുടങ്ങണം. അവരതിൽ നിന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ അവർ നല്ലത് മനസ്സിലാക്കും. അതിനോടൊപ്പം തന്നെ വായന കൊണ്ടുവന്നിട്ട് നല്ല നാടകങ്ങളൊക്കെ പിള്ളേരെ മനസ്സിലാക്കി കൊടുക്കണം. അവരെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കണം. അങ്ങനെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർക്ക്ഷോപ്പുകൾ സ്കൂളിൽ സംഘടിപ്പിക്കണം. അപ്പോൾ അതിലൊക്കെ ആയിരിക്കണം. മറ്റേ പഴയ കാലത്ത് അത്രയും കഴിവുറ്റ സംവിധായകരും അല്ലെങ്കിൽ നടന്മാരും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഇപ്പോൾ ഉണ്ടോ? മാഷിന്റെ അഭിപ്രായം ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം പറഞ്ഞു, ഇപ്പത്തെ ഉള്ളവരെ വെച്ചിട്ട് ഈ പറഞ്ഞൊരു കമ്പാരിസൺ ഇങ്ങനെ അനാവശ്യമായിട്ട് വരുന്നുണ്ട്. ടെക്നിക്കലി എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റാ. ഇവിടെ ടെക്നിക്കലി മാത്രമല്ല, അല്ലാതെ സ്ക്രിപ്റ്റേഴ്സും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി എഴുത്തുകാരുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ മാറും. ഇപ്പം പഴയത് തന്നെ നല്ലതാണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരുന്നത് നമ്മൾ കാളവണ്ടിയിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. ഇപ്പൊ നമ്മള് പിന്നെ കാറിലല്ല സഞ്ചരിക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മണ്ണെണ്ണയടുപ്പ് വന്നു. അപ്പൊ നമ്മൾ വിറകടുപ്പാണ് നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അതിന് വേറൊരു ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാതെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാള് ഞങ്ങളുടെ അടുത്ത് 2 കടകളുണ്ടായിരുന്നു. STD ബൂത്ത് 2 കടകളുണ്ടായിരുന്നു. STD ബൂത്ത് എല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ അയ്യോ പോയെന്ന് പറഞ്ഞങ്ങ് ഈ ബൂത്തൊക്കെ നിർത്തി. പക്ഷെ മറ്റേ പുള്ളിയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ നോക്കിയയുടെ 31 Note 8 ഫോണൊക്കെ കൊണ്ടുവന്ന് വിറ്റ് തുടങ്ങി. അങ്ങനെ മാറി ഇന്ന് പുള്ളിക്ക് നല്ലൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ മാറ്റത്തിന് ഉൾക്കൊള്ളുന്നതിനെ വിജയിക്കാൻ പറ്റും. അത് തന്നെയാണ് സിനിമ. ഞാനിതൊരു വേറൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണേലും ഞാൻ ചോദിച്ചിട്ടെ, പണ്ട് ഇപ്പൊ എന്നോട് എൻ്റെ മോള് സംസാരിക്കുന്ന രീതിയിൽ എനിക്കൊരു പക്ഷെ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ തെറ്റാണ് പറയണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറണം. വൈൻഡപ്പിന്റെ ഇതിലേക്ക് അതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. ഇനിയുള്ള മലയാള സിനിമയുടെ ഭാവി അല്ലെങ്കിൽ തിയേറ്ററിന്റെ ഭാവി എങ്ങനെ? അല്ല, ഈ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാണ്ട് പറ്റില്ല. പണ്ട് ഒരു 300 ആൾക്കാരിരിക്കുന്ന തിയേറ്ററുകളിൽ നിന്ന് ഒരു മിനി തിയേറ്ററുകളിലേക്കാണ് നമ്മുടെ തിയേറ്ററുകളുടെ ഒരു സഞ്ചാര തിയേറ്ററുകളുടെ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിയേറ്ററുകൾ വളരെ കുറവാണ്. പഴയ തിയേറ്ററുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ വലിയ തിയേറ്ററുകൾ. ബാക്കിയൊക്കെ ഇപ്പോൾ ഒരു ചെറിയ പിന്നെ തിയേറ്ററുകളിലേക്ക് വലിയ സ്ക്രീനിന്
ചെറിയ ആൾക്കാരിലേക്ക് ഒതുങ്ങിപ്പോയി. ശരിക്കും തിയേറ്റർ സിനിമ വിജയിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ അത് മാത്രമല്ല തിയേറ്റർ നമ്മൾ സിറ്റുവേഷൻ നമ്മൾ എന്തിനാ തിയേറ്ററിൽ പോയി ശരിക്കും ആസ്വദിച്ച്. ഞാൻ മുമ്പേ പറഞ്ഞൊരു ഉദാഹരണം, നമുക്ക് ശരിക്കും ഫുൾ സമയം സിനിമയെ ശ്രദ്ധിച്ച് കാണണമെങ്കിൽ തിയേറ്ററിൽ മാത്രമേ പറ്റൂ. വേറെ ഒരു മീഡിയയിലും നമുക്കങ്ങനെ ഇനി നമ്മൾ വീട്ടിലൊരു തിയേറ്റർ ഫെസിലിറ്റി ഉണ്ടാക്കിയാലും നമുക്ക് ആ സിനിമ 2 മണിക്കൂർ മൊത്തം ഇരുന്നൊരു വീട്ടിലാണ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും തിയേറ്ററുകൾ നിർത്തരുതെന്ന്, തിയേറ്ററുകൾ അനിവാര്യമാണ്. തിയേറ്ററുകളിൽ തന്നെ പോയി സിനിമ കാണണം. അല്ല അവരിപ്പോ സർവൈവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് സിനിമയുടെ പ്രശ്നമാണ്. സിനിമ ഇറങ്ങാൻ ഇപ്പൊ ഞാൻ എമ്പുരാൻ ഇറങ്ങി, ഇത്ര പേരുണ്ട്, 2018 ഇറങ്ങി, എത്ര തിയേറ്ററുകൾ അന്ന് കണ്ടു, എത്ര തിയേറ്ററുകൾ നമ്മൾ ആ സിനിമ എല്ലാം പോയി കണ്ടു. അപ്പം മഞ്ഞുമൽ ബോയ്സ് ഇതുപോലത്തെ സിനിമകൾ വന്നം പണ്ടത്തെ പോലെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. പണ്ട് ദിവസങ്ങളായിരുന്നു പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പൊ സ്കോർ ബോർഡ് പോലെ 10 കോടി 100 കോടി ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് പിന്നെ പഴയ തിയേറ്ററുകളിൽ ചെന്ന് ഇപ്പോഴും കാണാൻ വലിയൊരു ഷോക്കേസ്. അതിനകത്ത് പിന്നെ 6-ാം തമ്പുരാൻ 100-ാം, അതായത് 100 ദിവസത്തെ ആഘോഷത്തിന് ഈ തിയേറ്ററിന്റെ ഓണറിനെ വിളിച്ചൊരു ഷീൽഡ് കൊടുക്കുന്നു. ആ ഷീൽഡ് ആ തിയേറ്ററിൽ കൊണ്ടുവെക്കുന്ന അവരുടെ ഒരു അഭിമാനമാണ്. ഇപ്പൊ 100-ാം ദിവസം, ചിത്രം 365-ാം ദിവസം, ഇതൊക്കെ അത്രയും ദിവസം മനഃപൂർവ്വം എടുത്ത് മാറ്റി മറ്റേതിലേക്ക് ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും പോസ്റ്റർ അടിക്കുന്നതിൽ ഉണ്ട് ചിലൊക്കെ. രണ്ടാം കാര്യം ഇപ്പൊ എനിക്ക് 40 ദിവസമൊക്കെ അല്ലേ മാക്സിമം പറ്റുള്ളൂ. 40 ദിവസം ഫുൾ ആളെ വെച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സിനിമ സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും മുമ്പുള്ള വെല്ലുവിളി. ഈ 40 ദിവസം തിയേറ്ററുകളിൽ നിർത്തുക എന്നുള്ളതാണ്. 40 ദിവസം തിയേറ്ററിൽ നിർത്തിയ സിനിമ വിജയമാണ്. അതാണ് 40 ദിവസം കൂടുതൽ തിയേറ്ററിൽ ഒഴുക്കല്ലേ ഇപ്പൊ സിനിമയ്ക്ക്. ആർക്കും സിനിമ ചെയ്യാം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അത് കുറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആർക്കും സിനിമ ചെയ്യണം, അതാ ഞാൻ പറയാം, അത് കുറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. അല്ല അതുകൊണ്ട് ഈ ശ്രദ്ധിക്കപ്പെടാൻ അത് തന്നെ നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ സിനിമ. പണ്ടൊക്കെ സിനിമ മാത്രമല്ല, കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരാൾക്ക് സമയം കളയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം, പണ്ട് യൂട്യൂബ്. എന്റെ ഒരു ഇതനുസരിച്ച് വെച്ചാൽ പണ്ട് ഈ നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും. അത് 365 ദിവസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത് വിജയിക്കണം, അത് പബ്ലിസിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ പരസ്യം കൊണ്ട് വിജയിപ്പിക്കുക. പിന്നെ ഇപ്പൊ മാർക്കറ്റിംഗ് കാരണം ആദ്യത്തെ ഒരൊറ്റ ദിവസം കയറി പണം ചീത്തയാണെങ്കിലും കൊള്ളിയാലും ആദ്യത്തെ ദിവസം കയറുന്ന കളക്ഷൻ കൊണ്ട് അവർ ചിലപ്പോൾ ആ സിനിമ രക്ഷപ്പെടും. സിനിമയെ തന്നെ നമ്മൾ ഇത്രയും നമ്മൾ ഈ കാലഘട്ടത്തിന്റെ സിനിമകൾ പറയുമ്പം ഒരു സിനിമയുടെ പറയാതെ പോകാൻ പറ്റരുത്. ഉദയനാണ് താരം. സിനിമയെ തന്നെ സ്വയം വിമർശനം നടത്തിയൊരു പടമായിരുന്നു അത്. ശരിക്കും ഉദയനാണ് താരം എന്താണ് മലയാള സിനിമ, അല്ലെങ്കിൽ സിനിമയെ തന്നെ സ്വയം വിമർശനം, അതായത് അവനവനിലേക്ക് തന്നെയുള്ളൊരു വിമർശനം എന്നുള്ളൊരു കാറ്റഗറിയിലായിരുന്നു ആ സിനിമ വരുന്നത്. ആ സിനിമയെ പറ്റി നമ്മൾ സ്മരിക്കാതെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പിന്നെ ഒത്തിരി നല്ല സിനിമകൾ നമ്മളെല്ലാം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഇഷ്ടം പോലെ വിട്ടുപോയിട്ടുണ്ട്. അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാത്തത്. അതാണ് അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാത്തത്. അപ്പൊ നമ്മൾ അറിഞ്ഞ് നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ശരിക്കും ഒരു ഒഴുക്കില്ലാണ്ട് പോണ രീതിയിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോയ സാധനം. അല്ലാണ്ട് നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക് വെച്ചിട്ടല്ലല്ലോ. നമ്മുടെ മലയാള സിനിമ, അതാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമേനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരില്ല. അപ്പോൾ തീരാതിരിക്കട്ടെ. തീരാതിരിക്കട്ടെ. മലയാള സിനിമകളും തീരാതിരിക്കട്ടെ. മലയാള സിനിമകൾ, ലോക സിനിമകൾ തീരാതിരിക്കട്ടെ. സിനിമ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സിനിമ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. നല്ല കണ്ടന്റുകൾ ഉണ്ടാകട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് എത്താൻ പറ്റും. നിങ്ങളെല്ലാം സിനിമ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സിനിമ അധികം താമസിക്കാതെ വരട്ടെ. തിയേറ്റർ സ്ക്രീനിൽ ആ സിനിമയെ പറ്റി ഇതുപോലെ ഇവിടെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. അപ്പോൾ അതിന് പിന്നെ ഇന്നത്തെ ഈ ഒരു എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സിനിമയെ പറ്റി മാത്രമല്ല, ഇങ്ങനെ ഗൗരവപരമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സിനിമയെ പറ്റി ഒരു മേക്കിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ പല ചർച്ചകൾ, അല്ലെങ്കിൽ ഒരു സീൻ ഓർഡറിനെ പറ്റിയുള്ള നിങ്ങളുടെ ചർച്ചകൾ, ഇതൊക്കെ ശരിക്ക് നല്ലതാണ്. കാര്യം നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാൽ എനിക്ക് അതിന് വലിയ സന്തോഷമുണ്ട്. അത് വേറെ പേഴ്സണലി ഒരു സന്തോഷം. പിന്നെ രണ്ടാമത്തെ നിങ്ങളുടെ സിനിമകൾ കഥാ സംഭാഷണം എന്ന് പറഞ്ഞ് ഇത് കാണാനായിട്ട് ഞാനും നല്ലതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരു വിഷൻ അത് തന്നെയാണ്. നിങ്ങളുടെ ഒരു സിനിമ തിയേറ്ററിൽ പോയിരുന്നിട്ട് കണ്ട് കൈയടിച്ച് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫോൺ കോള് നിങ്ങൾ എന്നെ വിളിക്കും തന്നെയുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ. എന്നാലും എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും
നിങ്ങളുടെ ഒരു അധ്വാനം ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പം ചെയ്യുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നാളെ ഒരു പക്ഷേ ഇതൊരാൾ കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു വാല്യൂ. ഇപ്പം നമ്മൾ സിനിമയുടെ പുറകെ കുറേ നടക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം നീ സിനിമേനെ പുറകെ നടന്നിട്ട് നീ എന്തൊക്കെ ചെയ്തെന്ന് ചെയ്യാൻ എടുത്തു കാണിക്കാൻ എന്തെങ്കിലും ഒരു അല്ല, ഇതൊരു പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഇതിന്റെ വാല്യൂ ചിലപ്പോൾ ഇന്നായിരിക്കത്തില്ല, അടുത്ത ഒരു തലമുറയ്ക്കായിരിക്കും ഇതിന്റെ ഒരു വാല്യൂ. ഇപ്പം നിങ്ങൾ ഈ ഒരു ഉദ്യമം ശരിക്കും നല്ലതാണ് കേട്ടോ. നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങളല്ലേ ഒരു സറ്റയർ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്തു വെക്കുന്നതിനെക്കാട്ടിലും ശരിക്കും നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചത് എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ പല സിനിമകളിലും ഒരു റെഫറൻസിന് ഇതായിരിക്കും വരുന്നത്. ചിലപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് അറിയാവുന്ന ഒരാൾ സിനിമയെ പറ്റി ഗവേഷണം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഗവേഷണം തീർന്നു എന്ന് പറഞ്ഞ് ക്യാമറ ചെയ്യുന്ന വിഷ്വൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ നമ്മുടെ ഇതെന്നമായിക്കൊക്കെ വന്ന് പുള്ളിയുടെ വിഷയം തന്നെ മലയാള സിനിമയാണ്. അപ്പം ശരിക്കും ഒരു പക്ഷെ അങ്ങനെ ഗവേഷണം ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അന്നത്തെ ഐ വി ശശിധരൻ സിനിമ അതിന്റെ ഒരു ഇന്നാണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പലർക്കും റെഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇതിന്റെ ഒരു വ്യൂവേഴ്സിനെ പറ്റി ഒന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരാളെ കണ്ടുള്ളെങ്കിലും മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു പാത്തിൽ കൃത്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. അതിന് എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ സപ്പോർട്ടുകളും. അപ്പം മാഷ് ഇപ്പം നമ്മുടെ കൂടെ വന്നിരുന്ന് സംസാരിച്ചു ഇത്രയും നേരം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മാഷ് ഞങ്ങളുടെ ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു പോഡ്കാസ്റ്റിൽ മാഷ് വരും, ഞങ്ങളും വരും. ഇനിയും ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കും. ഇനിയും നമ്മളിനി അടുത്തത് ചിലപ്പം ഇതായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മൾ ടെക്നിക്കൽ സൈഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമകളെ പറ്റിയിട്ടുള്ള സിനിമകൾ അവസാനിക്കുന്നില്ല, സിനിമകളെ പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇത് പറയാനായിട്ടാണ് കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇനി അടുത്തൊരു എപ്പിസോഡിൽ പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. വെൽക്കം ടു ഷോർട്ട് കട്ട്സ്.